കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതിൻ്റെ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ തബലയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ശബ്ദം കേട്ടിട്ട് ബുദ്ധിമുട്ട് വരുന്നിട്ടില്ല. പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ ശബ്ദവും സ്വരവും എല്ലാം മേളിൽ നിൽക്കണം. പാട്ട് അത്ര നല്ലതല്ല, അവർ പാടുമ്പോഴൊന്നും ഒക്കത്തില്ല. എന്നാലും എന്തുവാ ഈ പാടി വെക്കുന്നതെന്ന് അറിയണം, മനസ്സിലാക്കണം. തന്നെയല്ല, ഇതിനെല്ലാം ഓർഡറുണ്ട് വേദപുസ്തകത്തിൽ. ഇപ്പം എല്ലാം ഓർഡർ തെറ്റിച്ച് കുഴ കഴിച്ചാണ് നടക്കുന്നത്, മുഴുവൻ കുഴയാണ്. പക്ഷെ വേദപുസ്തകത്തിന് ഓർഡറുണ്ട്. സംഗീത ശുശ്രൂഷ അത്യാവശ്യമാണ്, അതിന് ഓർഡറുണ്ട്. എല്ലാം ഇപ്പം പറയാൻ നേരമില്ല, ഓരോ ഓർഡർ പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുവാ ഇത് ഇങ്ങനെയാണ്. ഒരു വാക്യം വചനത്തിൽ നിങ്ങൾ പറയാം, അപ്പം പിന്നെ ഉടക്കില്ലല്ലോ. വാക്യം വായിച്ച മോനെ 68:25 സങ്കീർത്തനം. അതിൻ്റെ ഓരോ ഓർഡർ, ഒത്തിരി ഓർഡറുണ്ട്, അതിലൊന്നിപ്പോൾ പറയാം, അത് ഇപ്പോൾ ഒക്കുള്ളൂ. സംഗീതക്കാർ മുമ്പിൽ നടന്നു. അങ്ങോട്ട് നോക്കിയാൽ അപ്പൊ ഏറ്റവും മുന്നിൽ ആരാ? സംഗീതക്കാര് മുന്നിൽ, പാട്ടുകാര് എന്ന് പറഞ്ഞ ആ പാട്ടുകാരെല്ലാം ഇങ്ങനെ നിൽക്കണതില്ല. പാട്ടിന്റെ ശബ്ദം, സ്വരം, പാട്ട് മുന്നിൽ നിൽക്കണം, ഏറ്റവും മുന്നിൽ. പിന്നെ വീണക്കാർ പിൻപിൽ നടന്നു. വീണക്കാര് പിൻപിൽ. അപ്പൊ ഇത് അതിന്റെ പുറകെ നിൽക്കണം. ഹാർമോണിയത്തിന്റെ വീണയുടെ ഒക്കെ അങ്ങനല്ലയോ? ഇങ്ങനെ നോക്ക്. അപ്പം വേദപുസ്തകത്തിനെല്ലാം പ്രമാണമുണ്ടെന്ന്. സംഗീതക്കാര് മുമ്പില്, തൊട്ട് പുറകില് വീണക്കാർ. അപ്പൊ ഇതിന്റെ ശബ്ദം, ശ്രുതി, ഇതെല്ലാം. ഇനി അടുത്തത് വായിക്കരുത്. തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും. അപ്പൊ ഇത് മൂന്നാമത് വരണം. ഡ്രമ്മ്, സൈഡ് ഡ്രമ്മ്, തബല, മൃദംഗം, ഇങ്ങനെയുള്ള ഉണ്ടല്ലോ. എന്തുവാ തുകൽവാദ്യ, അങ്ങനെ എന്തുവാ അതിന് പറയാം. അങ്ങനെ തന്നെ. അത് മൂന്നാമതാണ്. ഇപ്പം പാശ്ചാത്യ നാട്ടിൽ ചെന്ന് ഇത് കൊട്ടുന്നതാ ഒന്നാമത്. അവനെ ഒരു കൂടിനകത്ത് അക്രമമാണെന്ന് പറയും. അവനെ ഒരു ചില്ലുകൂടിനകത്തില്ലേ, നമ്മൾ പുലിയെ കടുവായൊക്കെ കൂടിനകത്ത് ഇടും പോലെ. അവന്റെ ആ താടിയും അവന്റെ ആ ഇരിപ്പും അവന്റെ ശബ്ദമാണ്. ഇടക്കിടയ്ക്ക് ചില്ലെന്നൊരടി കൊണ്ട് ചങ്കടച്ചു പോകും. ഉണ്ട്. ഇത് മുഴുവൻ പ്രമാണം തെറ്റിയുള്ളതാ. ഇതിന്റെ പ്രമാണം ഓരോ ഓർഡർ ഇതാ. ഒത്തിരി ഉണ്ട്, ഞാൻ പിന്നെ പറയാം. സംഗീതക്കാര് മുമ്പില്, തൊട്ട് പുറകില് വീണക്കാര്, അതിന്റെ പുറകിൽ. ഇങ്ങനൊക്കെയാ. ഇത് എങ്ങനെയാ നടന്നത്? അടുത്ത വാക്യം വായിര്. ഇസ്രയേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ. സഭയുടെ യോഗത്തിനല്ല ഇങ്ങനെ പ്രമാണം. സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രമല്ല, സഭ വെക്കുന്ന യോഗം മുഴുവൻ സഭായോഗമാണ്. അപ്പൊ സഭ കൂടുന്ന യോഗത്തിൽ ഇതാണ് ഇതിന്റെ പ്രമാണം. ഈ പ്രമാണം വിട്ടു ചെയ്യുന്നതൊന്നും ശരിയായ പ്രമാണമല്ല, അത് പാടില്ല. തോണച്ചാനുമല്ല ഉള്ളതായി പറ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ നമ്മളിത് പറഞ്ഞാൽ താൻ പ്രമാണമായിട്ട് നിന്നോ, ഞങ്ങൾ വേറെ യോഗം നടത്തുക എന്ന് പറയും. പിന്നെ അടുത്ത പോകുമ്പോൾ ഒരു പ്രമാണക്കാരൻ ഇറങ്ങിയേക്കുന്നു. പിന്നെ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ. ഞാന് വേദപുസ്തകത്തിലെ പ്രമാണമാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ പറയുന്നത്. ആട്ടെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കസേര എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരും. അവിടെ അങ്ങ് ഇരിക്കരുത്, ഇങ്ങോട്ട് മുന്നോട്ട് പോരും. വരുന്നവര് എന്നൊരു കസേര എടുത്തോണ്ട് മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഇന്നലെ നമ്മളത് വായിച്ചു. ചില കാര്യങ്ങള് ദൈവവചനത്തിൽ വളരെ ശാന്തമായിട്ട് നമ്മൾ ചിന്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവെടുത്താണല്ലോ വായിച്ചത്. അപ്പോൾ സുവിശേഷത്തെ പറ്റി ഇന്നലെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എല്ലാ യോഗത്തിനും ഞാനിത് പറയുന്നതാ, ഇത് പറഞ്ഞേ ഒക്കുള്ളൂ. പറഞ്ഞതിനെ ആവർത്തിക്കുന്നില്ല. സുവിശേഷത്തിന്റെ വിശേഷതയാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞു വന്നത്. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷം സമാധാനം കൊടുക്കുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യം വായിക്കാം.
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. കാലിന് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ അവിടെ നിൽക്കുന്നവർ ഇനി മുന്നോട്ട് വാ, കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് പോകണം. ഇതിന്റെ പുറകെ വന്നിരിക്കും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ശ്രദ്ധിച്ച്, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗം. സമാധാനം. ഇന്ന് രാത്രി സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സുവിശേഷം നിനക്ക് സമാധാനം തരും. ഈ സമാധാനം കൈവരിക്കാൻ ഭൗതികമായിട്ടൊന്നും കൊടുക്കണ്ട. സുവിശേഷത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്താൽ സമാധാനം. സുവിശേഷം ക്രിസ്തുവാ. അതെന്താ? ക്രിസ്തു നമ്മുടെ സമാധാനം. നമ്മുടെ കർത്താവിന് പല പേരുകൾ പര്യായ പദങ്ങളായിട്ട് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, പല സന്ദർഭോചിതമായിട്ട്, വിഷയാധിഷ്ഠിതമായിട്ട്. അതില് ഒരു പേര് സമാധാന പ്രഭു. എന്താ? ഗതികെട്ടവനെന്നല്ല, സമാധാന പ്രഭു. പ്രഭുവെന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ ആളാരാന്ന്. ഇച്ചിരി സമാധാനമായിട്ട് നടക്കുന്ന ആളല്ല, അവിടുന്ന് പ്രഭുവാ. ഇന്ന് രാത്രി ആ സമാധാന പ്രഭു നിങ്ങൾക്ക് സമാധാനം തരും. ഇത് ലോകം തരുന്ന സമാധാനമല്ല, ഇത് ദൈവിക സമാധാനം. ഈ സമാധാനത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഒന്ന്, ഇങ്ങനെ ആ ബൈബിളിൽ എടുത്തു വായിപ്പിക്കുന്നില്ല, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. സുവിശേഷം സമാധാനം തരുന്നതാണ്. ഒരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന പലർക്കും സമാധാനമില്ലാതെ ജീവിച്ചവരാ. ആത്മഹത്യ ചെയ്യാൻ പോലും ഒരുങ്ങിയവരുണ്ട്. ജീവിതം ഒടുക്കുവാൻ ആശിച്ചവരുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് കഞ്ഞിക്കകത്ത് വിഷം കലക്കി എല്ലാവരുടെ കുടിച്ചിയാകാൻ എന്നാ സമാധാനമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ സുവിശേഷം കേട്ട്. ചിലപ്പോൾ ഒരു ചെറിയ ട്രാക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പണ്ട് സൺഡേ സ്കൂളിൽ കേട്ടൊരു വാക്യമായിരിക്കും, ചിലപ്പോൾ ഇവിടെ വെച്ചെങ്കിലും ആരെങ്കിലും പറഞ്ഞൊരു പദമായിരിക്കും. അത് മനസ്സിലാക്കി കർത്താവിനായി സമർപ്പിച്ചു. യേശു സമാധാനം. ഇപ്പോൾ ഈ മൈക്ക് ഇവിടെ വന്നിരിക്കുന്നവരിൽ കൊടുത്താൽ ഇങ്ങോട്ട് കയറി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ മിക്കവരും പറയുന്ന ഒരു പദം ഇതായിരിക്കും: അയ്യോ, എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു, പക്ഷെ യേശു എനിക്ക് സമാധാനം നൽകി. ഭൗതികമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ലാത്തത് സമാധാനമായിരുന്നു. അത് യേശു എനിക്ക് തന്നു. ഇന്ന് രാത്രി സുവിശേഷം സമാധാനം തരും. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സമാധാനമില്ലാതെ മനോഭാരത്തോടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തു സമാധാനം തരും. എന്തുവാ കർത്താവിന്റെ സമാധാനത്തിന്റെ ഒരു വിശേഷത? നിങ്ങൾക്ക് വചനം അറിയാം, അതുകൊണ്ട് പറയാം. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക്. അപ്പൊ ആ സാഹചര്യം കൂടെ നോക്കണം. കർത്താവ് പറയും, എനിക്ക് സമാധാനം ഉണ്ടായി, എൻ്റെ സമാധാനം നിങ്ങൾക്ക്. ഇതെപ്പോഴാ പറയുന്നത് വെച്ചാൽ അന്ത്യത്താഴത്തിനോട് അന്ത്യത്താഴത്തോടൊക്കെ ബന്ധപ്പെട്ട് പറയുക എന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞേച്ച് കർത്താവ് ഗദ്രോത്തോട് കടന്ന് ഒലിവുമലയിൽ ചെല്ലും, പ്രാർത്ഥിക്കാൻ ചെല്ലും. വാളും മടിയും തീപ്പെട്ടിയായിട്ട് യേശുവിനെ പിടിക്കും, കൊണ്ടുപോകും, ഉപദ്രവിക്കും, അടിക്കും, ആക്ഷേപിക്കും, മുട്ടിയുരുട്ടി കുത്തും, മുൾക്കിരീടം തറയ്ക്കും, മുതക ഉടവജാല പോലെ നീളത്തെ കീറും, ചാട്ടവാറ് കൊണ്ട് അടിക്കും, കന്നത്ത് അടിക്കും, കാർക്കിച്ച് തുപ്പും. ഇതെല്ലാം കണ്ടോണ്ടാ പറഞ്ഞത് എൻ്റെ സമാധാനം തരുന്നെന്ന്. മനസ്സിലായോ? അപ്പൊ ഈ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രശ്നമെല്ലാം തീരുമെന്നല്ല. ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് സമാധാനം തരിക എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നവും അല്ലല്ല. പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അതിന് നടുവിൽ നല്ല ശാന്തതയാണ്. ഈ ദൈവദാസന്മാരെയൊക്കെ നോക്കിക്കേ, പ്രശ്നമില്ലാഞ്ഞിട്ടാണ് ഉള്ള. എല്ലാവർക്കും പ്രശ്നമുള്ളവരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. പഴയ ആൾക്കാർ ഒരു പഴഞ്ചൊല്ല് പറയും, ആനയ്ക്ക് തടിഭാരം ഇരുമ്പിന് അരിഭാരം. എല്ലാവർക്കും അവനവൻ്റെതായ ഭാരവും പ്രയാസവും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. മൈക്ക് സെറ്റ് പുള്ളിക്ക് പ്രശ്നമൊന്നും ഇല്ലയോ? അപ്പുറം ഇരിക്കുന്ന പുള്ളിക്ക് പ്രശ്നമല്ലോ.
പുള്ളിക്ക് മുഴുവൻ പ്രശ്നമായി. ഇന്നലെ ഞാൻ കണ്ടു. അച്ചായന് പ്രശ്നമൊന്നുമില്ലേ തോണച്ചാന്? പിന്നെ തൻ്റെ മെയിൻ പ്രശ്നം ഇവൻ കല്യാണം കഴിക്കുന്നില്ല. അതാ അച്ചാൻ്റെ മോനെ തവല വായിക്കുന്നവൻ. അവൻ എന്ത് ചെയ്താൽ കേട്ടുകയല്ല. നിനക്ക് പ്രശ്നമില്ലായിരിക്കും, എന്നെ കാള കളിച്ച് നടന്നാൽ മതി. അച്ചായന് പ്രശ്നമുണ്ടത്. അവൻ മുഖം മറച്ചിരിക്കുക. അവൻ ചുമ്മാ ഇങ്ങനെ തിന്തരികിട തോന്നും വെച്ച് അവനും കാണും ഇല്ലേ? അച്ചായനും ഇല്ലേ അച്ഛാ? പാരമില്ലേ അച്ഛാ? സത്യം പറച്ച ഇവൻ കല്യാണം കഴിക്കാത്ത പ്രയാസമില്ലേ? രണ്ടുപേരും അങ്ങോട്ടാന്നല്ലേ ചെല്ലുന്നത്. അതുകൊണ്ടാ അച്ഛാൻ നല്ല ബുദ്ധിയോടാ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുണ്ട്. എന്തിയാ വീഡിയോ എടുക്കുന്ന ആള്? എവിടെ പ്രശ്നമൊന്നുമില്ലേ? മുഴുവൻ പ്രശ്നമാണ്. എല്ലാവരെയും ചൊവ്വനെ പകർത്തുന്നുണ്ടെങ്കിലും പുള്ളിക്കും പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലേ? പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉള്ളവരാ. പക്ഷെ എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? സമാധാനം ഉള്ളത് കൊണ്ടാണ്. അതെന്താ? ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു ക്രിസ്തു സമാധാന പ്രഭുവാ. നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ. നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ. എന്തിനാകുലം കലരുന്നൻ നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്ക് നിർഭയമേ. ലോകമോരീതിൽ അനുദിനം ജയമേ. ലോകമോരീതിൽ അനുദിനം ജയമേ. യേശു നായകൻ സമാധാന എന്തിനാകുലം മനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇതിന് കാശൊന്നും കൊടുക്കണം. ചിലര് സമാധാനം കിട്ടാൻ എന്തെല്ലാം കൊണ്ട് കൊടുക്കുകയോ എടുക്കുകയോ മേടിക്കുകയോ. എന്നാണ് ഒരാൾ പറഞ്ഞു ഇനി ഇച്ചിരി കൂടെ മേടിക്കാനുണ്ടെന്ന്. കാരണം ഇതെല്ലാം കൊണ്ട് കൊടുത്താലാ ഇച്ചിരി സമാധാനം. അതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പുള്ളിയുടെ ഉള്ള സമാധാനവും ഉള്ള സമാധാനം. അയ്യോ അതുകൂടെ കൊടുത്തില്ലല്ലോ, അതുകൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? അതുകൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ. അത് കൊടുക്കാത്തതിന്റെ സമാധാനമാണ്. പക്ഷെ യേശു തരുന്ന സമാധാനത്തിന്റെ വിശേഷത ഒന്നും കൊടുക്കണ്ട. ഒരു നേർച്ച ഇവിടെ നേർച്ചപ്പെട്ടി ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒന്ന് അദ്ദേഹം ഇവിടെ കൺവെൻഷൻ നടത്തുക, അദ്ദേഹത്തെ സഹായിപ്പാനും ചിലരുണ്ട്. ഈ ഇത് ഓഡിറ്റോറിയം അല്ലല്ലോ, എന്തോ അതിന് പറ എന്തേലും ആയിക്കോട്ടെ. കൊടുത്തില്ല, ഇതിന് കാശ് കൊടുക്കണോ? ഉറക്കെ പറ. എന്നാ അത് പതുക്കെ പറ. ഇതിന് കാശ് കൊടുക്കണമെന്ന് വേണ്ട, അങ്ങനെ പറ, ഉറക്കം പറ. ഉണ്ടോ? അത് തന്നെ വലിയ കാര്യമല്ലേ. ഇതിന്റെ ആളാരാ? ഇവിടെ ഇല്ലേ? ഗൾഫിലോ? എവിടെയെങ്കിലും ആയിട്ട് തന്നില്ലേ? വലിയ കാര്യമല്ലേ. സ്തോത്രം, വലിയ കാര്യമായത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് ഒന്നും കൊടുക്കണ്ട. ഇവിടെ നേർച്ചപ്പെട്ടി ഒന്നും ഇരിപ്പില്ല, ഒന്നും കൊടുക്കണ്ട.
അല്ലെ ഇന്ന ഇത് കൊണ്ടുവരണം, കൺവെൻഷൻ വരുന്നവർ ഇന്ന സാധനം കൊണ്ടുവരണം, അങ്ങനെ ബൈബിള് കൊണ്ടുവന്നാൽ മതി. ഇനി അതില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല ചിലർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, തുറക്കുന്നില്ലല്ലോ പിന്നെ ഇനി. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, ഈ സമാധാനം കിട്ടാൻ ഒന്നും കൊടുക്കണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനെ വിശ്വസിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. യേശു ഹൃദയത്തിലേക്ക് വന്നാൽ സമാധാനമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. അവിടുന്ന് സമാധാന പ്രഭുവാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനമാണ്. ഒരു കാലത്തൊക്കെ തീ തിന്ന് ജീവിച്ചവരാ, ഇപ്പൊ എന്നാ ശാന്തമായിട്ടിരിക്കുന്നത്? സമാധാനം. യേശു വന്നു. ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ മാർഗത്തിൽ വന്നാൽ പ്രശ്നമെല്ലാം തീരുവന്ന, ഈ മാർഗത്തിൽ വന്നാൽ ആ പ്രശ്നം കൂടുതൽ, മറ്റു മാർഗത്തിൽ വന്നാൽ ഇത്രയും പ്രശ്നമൊന്നും ഒന്നുമില്ല. കാരണം അവരുടെ കൂടെ നമ്മൾ എല്ലാത്തിനും കൂടുന്നതുകൊണ്ട് സന്തോഷമാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷെ ഈ മാർഗത്തിൽ വരുമ്പോൾ പലതിലും നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കും. എല്ലാത്തിലും ഒന്നും കൂടാനും ആടാനും പാടാനും ചാടാനും ഇടപെടാനും ഒന്നും പ്രമാണമില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ബന്ധുമിത്രാദിൽ നിന്നൊക്കെ വരും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സമാധാനമാണ്. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു, പെന്തിക്കോസിൽ പോയെന്നും പറഞ്ഞ് എന്നും തല്ലും, ഇഷ്ടംപോലെ ഇടിക്കുകയും തല്ലുകയും ചെയ്യും. എന്നാലും ഞായറാഴ്ച യോഗത്തിന് വരും. ഒരിക്കൽ ഞാൻ കൊച്ചമ്മ ചോദിച്ചു, ഈ തല്ലെല്ലാം കൊണ്ടിട്ടും അയ്യോ പിന്നെ തല്ലൊക്കെ കൊണ്ടാലും തമ്പേറിന്റെ അടി കേൾക്കുമ്പോൾ എനിക്കിരിക്കാൻ ഒക്കുകയല്ലെന്ന് പറഞ്ഞു. തമ്പേർ യോഗം തുടങ്ങുന്ന പിന്നെ പാസ്റ്റർമാർ നേരത്തെ വന്നിരിക്കും. പിന്നെ വെച്ചാൽ തമ്പാറിലൊക്കെ വന്ന് അപ്പോൾ വീട് അടുത്ത എല്ലാവരും താമസിക്കുന്നത്, കൊച്ചമ്മ അടുത്താ. അപ്പോൾ തമ്പ ഇങ്ങനെ ഇങ്ങനെ തമ്പേറിലൊക്കെ കൊട്ടുമ്പോൾ അടി കേൾക്കുമ്പോഴേ പുള്ളിക്കാരി ഇളകും. ആ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് തമ്പേറടി കേൾക്കുമ്പം പിന്നെ നിൽക്കാനൊക്കെ. ഈ യുദ്ധത്തിന് പോകുന്ന കുതിരയ്ക്ക് എങ്ങനെ ഇത് മുടങ്ങി കഴിയുമ്പോൾ കുതിര പിന്നെ ഉടനെ ഇളകുക. മിലിറ്ററിക്കാരോട് ചോദിച്ചു നോക്കും. പിന്നെ ശബ്ദം അതിനെ ഇപ്പോഴും ഉണ്ട്, ശബ്ദം അടിക്കുമ്പോൾ കുതിര പിന്നെ. ഇത് തന്നെ നമുക്ക് ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാ. ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഇത് അടങ്ങി നിൽക്കുകയല്ല, ചാടും. അതന്നെ ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അകത്തുള്ളത് സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. ഇത് കമ്പോളത്തിൽ കിട്ടുന്നതല്ല, മാർക്കറ്റിലൊന്നും കിട്ടുന്നതല്ല കേട്ടോ. മാർക്കറ്റിൽ കിട്ടുകാരനെ നമുക്ക് മേടിക്കാനൊക്കത്തില്ല, കാശില്ലല്ലോ. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം പലതും പരുവക്കേടാ. എനിക്ക് ആ നോട്ടം ഇരിപ്പം കാണുമ്പോൾ അറിയാം പരുവക്കേടാ. അപ്പൊ നമുക്ക് കിട്ടുകയല്ല. ഇത് കാശുള്ളവർ മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇത് കാശുള്ളവർക്ക് കൊടുക്കുന്നതല്ല, വിശ്വസിക്കുന്നവന് കൊടുക്കുന്നതാ. ഇത് കാശുള്ളവന് കൊടുക്കുന്ന അല്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നവരാ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ നിന്റെ ഉള്ളത്തിലേക്ക് യേശു വരിക, നിനക്ക് സമാധാനം തരിക. അവിടുന്ന് സമാധാന പ്രഭുവാ. ദൈവത്തിന് മഹത്വം. സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ എല്ലാവരും ചേർന്ന് പാട്, കൈയടിച്ച് പാട്. അരികിൽ വന്നു അവൻ എന്നെ. കൈയടിച്ച് ചേർന്ന് കൊണ്ട തുറന്ന് പാട്, നന്നായിട്ട് പാട്. ഓ അവൻ എന്നെ. കൈയൊക്കെ ഒന്ന് അടിച്ച് പാട്, നന്നായിട്ട് പാട്. ഓ യേശുവിൻ നാമമോ, യേശുവിൻ നാമമോ എൻ ജീവിതത്തിലെ ആശ്രയമേ. ആമേ ഞാനെന്നു സ്തുതിക്കും. ചേർന്ന് കൈയടിച്ച് ഓ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദോ. ആമേ ഞാനെന്നു സ്തുതിക്കും. യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദോ. ഓ പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. ഓ പാപിയായിരുന്നെന്നെ കൈയടിച്ച് ചേർന്ന് യേശു ക്രൂശിലേറി ജീവനർപ്പിച്ചു. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, ഓ യേശു എത്ര നല്ലവൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം
എന്റെ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നു സ്തുതിക്കും, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നു സ്തുതിക്കും. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ നല്ലിടയനായ യേശുനാഥൻ എന്നെ ധരമായി വഴി ഊടവ ശബടമനവന ദിരിപികബലബലബല ദിരികബലബലബല ദിരിപികബലബലബല ദിരിപികബലബല. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഓ അവൻ എന്നെ അവൻ എന്നെ ചിന്തിക്കും താൻ ഓടിക്കീട്. ഓ അവൻ എന്നെ ശാസിക്കും. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. യേശുവിന്റെ നാമത്തിൽ ജയം. ഓ യേശുവിൻ നാമം. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. നിരാശകൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ. സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ പ്രഭു ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ വാഴട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിലവുകളെ ഹൃദയങ്ങളെ കാക്കട്ടെ. ഇന്ന് രാത്രി നിരാശ മാറിപ്പോകട്ടെ, എല്ലാ തകർച്ചകൾ മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തു നമ്മുടെ സമാധാനം, യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ഭീതികൾ, ചിത്തഭ്രമങ്ങൾ, ആകുലചിന്തകൾ, നിരാശകൾ, മനോവധകൾ, മനോഭാരങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഓ ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു, അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു, അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയെല്ലാം നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഓ ജീസസ്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സമാധാനമുള്ളവരാ ഇല്ലയോ? പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ എല്ലായിടത്തും ചോദിക്കുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. കടഭാരമുള്ളവർ കൈപൊക്കിക്കുക. തരാനൊന്നും അല്ല, അറിയാനാ. കടമുള്ളവർ ഓ നന്നായിട്ട് കൈപൊക്കുക. അങ്ങ് പോക്കോ, കാണട്ടെ. നാണക്കേട് ആണ്ട് ഇത്ര കൊണ്ടതിനും കടവാ. എങ്കിലും എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? കടം ഉണ്ടായിട്ടാണോ അതോ കൈ കല്ലേലിയാ പറഞ്ഞാന്നോ? ആട്ടോ. ദൈവത്തിന് മകൻ കണ്ടുവാകാം, ലേലിയായി വാകാം. എന്നാൽ ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ടേ. ഇപ്പൊ നിങ്ങൾ ഭാഷക്ക് ഒരു കുഴപ്പം. അത് ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. ലൈവിലൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം. എല്ലാം ഒന്നും പഴമക്കാർ പറയുമ്പോൾ വഴിയമ്പലത്തിൽ പൊതി കഴിക്കാൻ പറ്റുമോ?
അടിയമ്പലത്തിൽ പൊതി കഴിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മിക്കവർക്കും കടഭാരമുള്ളവരുണ്ട്. പക്ഷെ എന്ത് സമാധാനമായിട്ടായിരിക്കുന്നത്. ചിലക്ക് കടം കയറി ഉടനെ കുരുക്കിടുക, അല്ലെ വിഷം കഴിക്കുക, അല്ലെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തേ പോകേണ്ടതാ. പിന്നെ എന്നാ പോകാത്ത? കടമൊക്കെ ഓർക്കുമ്പോൾ ഭാരം വരും. എന്നാലും ഒരു യോഗത്തിന് അങ്ങോട്ട് മുമ്പേ തള്ള പറഞ്ഞാൽ തമ്പേറിൻ്റെ അടിയും 2 പാട്ട് കേൾക്കുമ്പോൾ കയറി അങ്ങ് മൂക്കുക. ചാകാൻ വന്നതാ കുഞ്ഞുഞ്ഞമ്മ. പക്ഷെ പോകുമ്പോൾ പറയാം യേശുവിനായി ജീവിക്കുമെന്ന്. പിന്നല്ലാതെ സ്തോത്രം. കടഭാരത്തോടെ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഇവിടെ വരുമ്പം നല്ല പാട്ട്. ഈ യോഗം കഴിഞ്ഞേച്ച് പോയി ചാകാനായിരുന്നത്. കടം അതുപോലെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല പാട്ട്. പാട്ടിൻ്റെ ഒരു വരിതാ. മറ്റേ പാട്ട് പാടരുത് കേട്ടോ. വായ്പ വാങ്ങാനിട അത് പാടരുത്. അവൾ അന്നേരം പോയി തൂങ്ങിച്ചാകും. അത് പാടരുത്. കടഭാരത്തോടൊരുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വായ്പ വാങ്ങാൻ. പിന്നെ പക്ഷെ അങ്ങനെ കടമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ പാട്ട് പാടിയാ നല്ലതാ. ഈ കേസിന്റെ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഭാരമുള്ളിൽ നേരിടും താങ്ങിടും സാരമില്ലെന്നോതിടും തന്മാറിലെന്നെ ചേർത്തിടും. ഓ സാരമില്ലെന്നോതിടും തന്മാറിലെന്നെ ചേർത്തിടും. ആയെന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇങ്ങനെ ഭാരമൊക്കെ ആയിട്ട് വരുമ്പോ ഇങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോൾ ധൈര്യമാണ്. അതാ ഇതിനെ പ്രത്യേകത. ഉടനെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന പുള്ളി ഉടനെ വായിക്കുക 46-ാം സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു കഷ്ടകളിൽ. ഇതൂടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങ് ബലമായി. സ്തോത്രം. ഇങ്ങനെയൊക്കെയാ ഇതിന്റെ പ്രത്യേകത. അതിലേക്ക് അടവില്ലാഞ്ഞിട്ടല്ല. സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഈ ഭൂമിയിലെ സ്വന്തമായിട്ട് വീടില്ലാത്തവർ കൈപോക്കിക്കും. ആരുമില്ല. ഓ അങ്ങോട്ട് പോക്ക. കൈപോക്കാൻ കാണട്ടെ നാരകം. ഇപ്പൊ തർക്കമാ ചെറുക്കാൻ തരുവോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർ ഇതിനകത്തുണ്ട്. പക്ഷേ സന്തോഷത്തോടായിരിക്കുന്നു. അതെ. വാടകയ്ക്ക് താമസിക്കുന്നവർ കാണും. ഒന്ന് കൈപോക്കിക്കും. വാടകക്കാർ ആണ്ട് ഉണ്ടോ? എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നു. കഴിഞ്ഞ മാസത്തെ വാടക കൊടുക്കാത്തവർ ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ സാധ്യത ഉണ്ട്. രോഗപീഠകളുള്ളവരുണ്ട്. മറ്റ് അസ്വസ്ഥതകൾ, പറയാൻ പറ്റുന്ന രോഗവും പറയാൻ പാടില്ലാത്ത രോഗവും മാരക രോഗവും ചെറുതോ വലുതോ എന്തും ആയിക്കോട്ടെ. അങ്ങനെയുള്ള രോഗമുള്ളവരെന്ന് കൈപൊക്കിക്കുക. മുഴുവൻ അതായിരിക്കും. മുഴുവൻ അതാ. മതി മതി. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ന്യൂസുമൊക്കെ കണ്ടിട്ട് രോഗം മൂർച്ഛിച്ചപ്പം ആത്മഹത്യ ചെയ്തെന്ന്. അങ്ങനെ ആയിരുന്നു ഇതുങ്ങളെല്ലാം ചാകേണ്ടതാ. പക്ഷെ എന്നാ ഇന്ന് രാത്രി ഇരിക്കുന്നത്? സമാധാന പ്രഭു അകത്തുണ്ട്. സ്തോത്രം. രോഗമില്ലാഞ്ഞിട്ടാണോ? അന്നേരം ഇവിടെ വരുമ്പോൾ നല്ല പാട്ടുമൊക്കെ, നല്ല പാട്ടുകളുണ്ടോ? അത് പാടണം. നിങ്ങൾ പാടുന്നുണ്ട്. രോഗമൊക്കെ ആയിട്ട് വരുമ്പം പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല പണ്ട് പാടുമായിരുന്നു. ഇപ്പം ഒന്നും ഉപദേശിമാർ പാടാറില്ല. രോഗികളൊക്കെ ചെന്നാലും ഇങ്ങനെയുള്ള ഒരു പാട്ടൊന്നും ഇപ്പം മിക്കവരും പാടത്തില്ല. പഴയ പാട്ട് നല്ല. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വാതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. അതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഇത് കേൾക്കുമ്പോ തന്നെ ഒരു ആശ്വാസമല്ലേ? ഇല്ലേ? ടി പി എക്കാര് പാടുന്നൊരു പാട്ടുണ്ട്. നമ്മളും ചിലര് പാടും.
രോഗത്തിനേറ്റ വൈദ്യന അവൻ നിനക്കനാരദം. രോഗത്തിനേറ്റ വൈദ്യന അവൻ നിനക്കനാരദം. വൈക്കുന്ന നന്മകൾ കൊരതമില്ലതൻ ദയാപരം. വൈക്കുന്ന നന്മകൾ കൊരന്തം ഇല്ലതൻ ദയാപരം. കാക്കുന്നുവൻ കൃപാകരം ചേർക്കില്ലതെല്ലൊരമയം. സ്തുതിച്ചിട എന്നന്തരംഗമേ അവന്റെ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സമാധാനത്തോടിരിക്കുന്നത് നല്ല വചനവും നല്ല പാട്ടുകളും മാത്രമാണോ? സമാധാന പ്രഭുവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ഈ സമാധാനത്തിന്റെ വിശേഷ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനമാണ്. അപ്പോൾ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. അതാ പറഞ്ഞ ഇവ ഓരോരുത്തരുടെ കയ്യിലോട്ട് കൊടുത്ത് അവർ കയറി പറയും സമാധാനമില്ലായിരുന്നു. ചോദിച്ചു സമാധാനം തന്നു. മിക്ക കുടുംബത്തിലും ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു. ഇപ്പൊ എന്ത് സമാധാനം? ഈ ബഹുമാന്യരായ ഈ അമ്മമാരുടെ കയ്യിലോട്ട്, ഈ സഹോദരിമാരുടെ കയ്യിലോട്ട് ഈ മൈക്ക് കൊടുത്താൽ മിക്കവരും ഇപ്പൊ സാക്ഷി പറയാൻ പറഞ്ഞാൽ മിക്കവരും ഇവിടെ കയറി പറയുന്നതിൽ വേറൊരു കാര്യം ഇതാ, അയ്യോ ഒരു കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. വെച്ച കഞ്ഞി പോലും കുടിച്ചിട്ടുമില്ല, കുടിപ്പിച്ചിട്ടുമില്ല. അതാണ്ടിരിക്കുന്നത് വലിയ പൊന്നുമോനായിരുന്നു, പൊരിഞ്ഞ മോനായിരുന്നു. കുടിച്ചേച്ച് വന്ന് മുടി കുത്തിപ്പിടിച്ച് ഇടിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും കൊച്ചുങ്ങൾ പേടിച്ചോടി കട്ടിലടി കയറുക. ഞാൻ അപ്പുറത്തോട്ട് അലറി അപ്പുറത്തെ വീട്ടിലോട്ട് ഓടുകയും അഞ്ഞയും കലമെടുത്ത് ഊരോട്ടെറിയുകയും എന്തെല്ലാം മെനക്കേടുണ്ടാക്കിയ ആളാണ്. ഇപ്പൊ താണ്ട കുഞ്ഞാടിനെ പോലെ. പിന്നെ ഇപ്പൊ എന്ത് സമാധാനമാണ്. ഒരു കഷണം കപ്പ പുഴുങ്ങി ഒരു മുള കുടച്ച് താന്തേലും പാട്ട് പാടി പ്രാർത്ഥിച്ചു വട്ടം വരുന്നത് എന്തോ ഒരു സമാധാനം. അതാ എന്നാ കാര്യം? ആ കുടുംബത്തിൽ യേശു വന്നു. യേശു ആ കുടുംബത്തിൽ വന്നു. സമാധാന പ്രഭു ആ കുടുംബത്തിലേക്ക് എത്തി. ചില ഏരിയയിലൊക്കെ പണ്ട് കാലത്ത് പോകാനൊക്കത്തില്ല. അതിലെ ഓട്ടോക്കാരെ വിളിച്ചാൽ അവർ എവിടെ പോവാ? ഓട്ടോയിൽ പെട്രോളില്ലെന്ന്. പെട്രോളില്ലാഴിയല്ല. ഒരു കാലത്ത് ഇപ്പൊ തുറന്നങ്ങ് പറയാൻ താണ്ട തിരുവല്ലായ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, കോട്ടാലി. അവിടുന്ന് ഒരു തള്ള അവിടെ വരുന്നുണ്ട്. കോട്ടാലി ഒരു സ്ഥലമാണ്. പണ്ട് കാലത്ത് അവിടുന്ന് ഓട്ടം വിളിച്ചാൽ വരികയല്ല. കോട്ടാലി, കാക്കത്തുരുത്ത്, പിന്നെ എന്തുവാ വേറെ സ്ഥലം കൊണ്ടുണ്ട് മറന്നു, തീപ്പനി. തീപ്പനി, കാക്കത്തുരുത്ത്, കോട്ടാലി, പിന്നെ കോട്ടത്തോട്. ഓട്ടം വിളിച്ചാൽ പോകുകയല്ലെന്ന്. ഓട്ടോക്കാർ പറയും ഓ പെട്രോളില്ല സാറേ. എന്നാ ദുരിതമുള്ള സ്ഥലമാണെന്ന്. ആ കോട്ടാലി എന്ന് പറഞ്ഞാൽ ഒരു തോടാ, രണ്ടു വശവും വീടുകളാ. നാളൊരു തള്ളനോട് പറഞ്ഞു അക്കരെ നിന്ന് ആ തെറി പറയാന്ന്. പേടി. പക്ഷെ ഇപ്പൊ അതിൽ എല്ലാവർക്കും ചെല്ലാം പോകാം. എന്നാന്നറിയാമോ? അനേകർ യേശുവിനെ അറിഞ്ഞു, അനേകർ ഈ സത്യമാർഗത്തിൽ വന്നു, അനേകർ. അവിടെ ഇപ്പം മിക്ക സഭകളും ഉണ്ട് കേട്ടോ, സഭയുണ്ട്. ഇപ്പൊ ഞായറാഴ്ച അതിലേ പോയാൽ മിക്കവരും വേറെ വസ്തുവായിട്ട് പോകുന്ന കാണുന്നത്. പണ്ടങ്ങനല്ല, വേറെ സാധനങ്ങളൊക്കെ ആയിട്ടാ പോകുന്നത്. വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അതിലേ പോയാൽ ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സഭകളിൽ പോകുന്നവർ. എന്നാലും ആട്ടെ, സ്തോത്രം, ദൈവമക്കളെ കാണാം. അവിടെ ഇപ്പൊ സമാധാനമാണ്. എനിക്ക് പരിചയമുള്ള അനേകരെ കർത്താവോടൊന്ന് രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. അതെന്നാ ഇപ്പൊ അത് ആ ഏരിയയ്ക്ക് സമാധാനമാണ്. സ്തോത്രം സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. പണ്ട് തിരുവല്ലായിന്ന് കുന്നന്താനത്തിന് പോകുമ്പം ആ പാമല സൈഡിൽ കൂടെ പോകുകയല്ല. പാമല പോകുകയല്ല, പേടിയാ. ഇപ്പൊ എന്റെ ഭാഷ ഏത് മുതുപാതിരായിക്കും അതിലേ കൂടെ നടന്നു പോകാം. എന്നാന്നറിയാമോ? അവിടെ അനേക ദൈവമക്കളെ എഴുന്നേൽപ്പിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ല. എന്തിനാ ദൂരോട്ട് പോകുന്നത്? ഈ കേരളത്തിൽ എത്രയോ സ്ഥലം ആണ്ട. ചെങ്കൽച്ചൂള ഒരു കാലത്ത് പോലീസുകാർ പോലും പോകുകയല്ലായിരുന്നു. അവർ ചെങ്കൽച്ചൂള എന്നാ അവിടെ നിങ്ങളെന്നെ ക്രമീകരിക്കാൻ പറയും. ഇപ്പൊ അവിടെ പോയിട്ടില്ലേ ചെങ്കൽച്ചൂള? എങ്ങനെയുണ്ട് ഇപ്പൊ? പിന്നെ ദൈവമക്കൾ ഇഷ്ടം പോലെ. ഒരു കാലത്ത് പോലീസ് അധികാരികൾ പോലും കയറാൻ പേടിയാ.
പണ്ട് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഇപ്പം ദൈവമക്കളുള്ളതുകൊണ്ട് പ്രശ്നമില്ല. പണ്ട് കേട്ടിട്ടുണ്ട് പോലീസുകാർ അങ്ങോട്ട് അങ്ങേറ്റം കായല, പിന്നെ അങ്ങോട്ട് സ്ഥലമില്ല, ഇഷ്ടംപോലെ വീടുകളാണ്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പോലീസുകാർ വണ്ടിയായിട്ട് ജീപ്പേലങ്ങോട്ട് പോലീസ് കയറി പോയപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. അവിടുത്തെ കരിപ്പറ കൊണ്ടുവന്ന് വലിയ ലോറിക്ക് കരികല്ല് കൊണ്ട് റോഡിലങ്ങ് ഇറക്കി. അവർക്ക് ഇങ്ങോട്ടും പോകാൻ മേലെ, അങ്ങോട്ട് കായലല്ലേ, ചാടിപ്പോകാൻ പറ്റുമോ? പിന്നെ ബാക്കി നടന്നു വന്ന് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. സ്തോത്രം. അവിടെ എല്ലാം ഇപ്പൊ സമാധാനമാണ്. എന്താ കാര്യം? സുവിശേഷം എത്തി. സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ വ്യക്തിക്ക് സമാധാനം, ഒരു കുടുംബത്തിൽ വന്നാൽ കുടുംബത്തിന് സമാധാനം, ഒരു ദേശത്ത് വന്നാൽ ദേശത്തിന് സമാധാനം, ഒരു സംസ്ഥാനത്ത് സുവിശേഷം ഉയർത്തിയാൽ ആ സംസ്ഥാനത്തിന് സമാധാനം, ഒരു രാജ്യത്ത് സുവിശേഷം വന്നാൽ രാജ്യത്തിന് സമാധാനം. മാത്രമല്ല, നമ്മളെ പറ്റി പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. ചുമ്മാ ബഹളമൊന്നുമല്ല. ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ? സമാധാനം ഉണ്ടാകാൻ. ഈ മഹാരാജ്യത്തിന്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുക. നാനാജാതി മനസ്തർ തിങ്ങുന്ന മഹാഭാരതം, ഈ ഇന്ത്യ രാജ്യം നാനാജാതി മനസ്തര, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, ജാതികളുടെ പേര് പറഞ്ഞ് അലോക്യമുണ്ടാക്കരുത്. എല്ലാവരും മറ്റുള്ളവരെ സേട്ടനെ നെണ്ണി സഹവർത്തിത്വം പുലർത്തി. ഈ നാരായണ ഗുരു പറഞ്ഞ കാര്യമൊക്കെ അറിയാം. ഇപ്പൊ പണ്ട് നാമം ചൊല്ലിയപ്പോൾ ഒരു പദമുണ്ട്, അന്യർക്ക് ഗുണം ചെയ്വതിനായുസും അവുസും. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. കേട്ടിട്ടുള്ളവരെന്ന് കഴിവൊക്കെ ചൊല്ലിയിട്ടില്ലേ? അന്യർക്കു ഗുണം ചെയ്വതിനായു സുബുസു. പോരാട്ടമൊന്നും അല്ല മാമേ, നല്ല വരിക. മാമ അങ്ങോട്ട് വന്ന് ബന്ധനമാണ്. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്ന് അല്ല. വേറെ പുസ്തകത്തിൽ അങ്ങനെയല്ലേ, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല. അത് തന്നെ. അപ്പൊ ഈ സുവിശേഷം വന്നു കഴിഞ്ഞാൽ സമാധാനമാണ്. അതല്ലേ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഉപദേശിമാര് പരസ്യത്തിനൊക്കെ ഒരു മൈക്കും ടൂ വീലറിൽ ചെന്ന് 2 രാറ്റും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് മൈക്കും എല്ലാം ഇണക്കി പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ചില ആ ദേശത്തെ പൂഞ്ഞാൻ ഓടി വന്നിട്ട് അവന്റെ പൊടിമീശയൊക്കെ ഉടനെ തന്നെ നമ്മുടെ ദൈവദാസന്മാർ മിക്കവരും 99% ആൾക്കാർ മൈക്ക് ഓഫാക്കി വണ്ടിയെ വെച്ച് ഉടനെ അവിടെ നിന്ന് പോവുക. അതിന് ഇത് സമാധാനമായതുകൊണ്ടാണ്. അതേസമയം ഏതെങ്കിലും പാർട്ടിക്കാർ യോഗം നടത്തേണ്ടത് 2 കസാരയും 2 ചുമന്ന കസാരയും ഒരു ചുമന്ന കൊടി, അല്ലെ 2 വെള്ള കസാരയും ഒരു വെള്ളക്കൊടി ഉണ്ടല്ലോ, ഓരോ കൊടികൾ, അല്ലെ 2 കസാരയും ഒരു കാവിക്കൊടിയും ഒക്കെ ഉള്ളിടത്തോട്ട് നീ ഒന്ന് പിരിച്ച് അവർ നിന്നെ ഏറി നിർത്തും. നീ പിന്നെ താഴെ നിൽക്കണമെങ്കിൽ ചോദിക്കും അവരോട്, അച്ചായ ഞാനൊന്ന് താഴെ നിന്നോട്ടെ എന്ന്. മനസ്സിലായോ? നീ ഏരിയയിലെ വലിയ 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 പൂവനായിരിക്കും, പക്ഷെ അങ്ങോട്ട് ഞാൻ വിവരം അറിയും. പക്ഷെ ഞങ്ങളുടെ ഒക്കെ വന്ന് പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉടനെ ഞങ്ങൾ പോവുക. അതന്നെ വേണമെങ്കിൽ ഒരു തടയൊക്കെ തടയാനുള്ള ആരോഗ്യവും ഞങ്ങളുടെ ഇടയിലുള്ളവരുണ്ട്. ഒരടി വന്നാൽ കയറി വന്ന് അടിക്കുകയല്ല, തടയാൻ. അടിക്കത്തില്ല. ഒരു തടയ്ക്കുള്ള ആരോഗ്യമുള്ളവർ ഉണ്ട്, പക്ഷെ തടയുന്നില്ല. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചനൊന്ന് തടഞ്ഞു. അതിനെ അടിക്കാൻ വന്നവൻ ഇങ്ങനെ പോയത്. പുള്ളി അടിച്ചില്ല, മോനെ അടിക്കാതെ മോനെന്നും പറഞ്ഞ് തടഞ്ഞതാ. പിന്നെ ഇങ്ങനെ പോയത്. അല്ല, അങ്ങനെയുള്ളവർ ഉണ്ടെന്ന്. വേറെ അച്ചായനുണ്ടായിരുന്ന പേരൊന്നും പറയുന്നില്ല. മോൻ അങ്ങ് വീട്ടിൽ പോയാട്ടെ, തൂത്തങ്ങ് വിട്ട് അവനെ ഇങ്ങനെ പിന്നെ പോയത്. എത്രയോ കൊല്ലം അവനിങ്ങനെ. അങ്ങനെയുള്ളവരും ഉണ്ട്, തല്ലത്തില്ല. അല്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ ഒന്നും പറയത്തില്ല. ഉടനെ അതും എടുത്തുകൊണ്ട് അങ്ങ് പോകുക. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരും. 1, നിന്നെ രക്ഷിക്കും. 2, നിനക്ക് സമാധാനം തരും. 3 സുവിശേഷം മാനുഷികമല്ല. ഇത് മനുഷ്യരാരും ഒപ്പിച്ചുകൊണ്ട് വന്നതോ കണ്ടുപിടിച്ച സൂത്രമോ മാർഗമോ ഒന്നുമല്ല. ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്. ഒരു വാക്യം വായിച്ചേ, ഗലാത്യ ലേഖനം 1:11. ഗലാത്യ ലേഖനം 1:11 അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. ഗലാത്യർ 1:11 പെട്ടെന്ന് വായി. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മതി.
അപ്പൊ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, ഇത് മാനുഷികമല്ല എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യരാരും ഒപ്പിച്ചുകൊണ്ട് വന്നതല്ലെന്ന്. ചില ആൾക്കാർ പറയുന്നത് ഇത് അവര് കൊണ്ടുവന്നതാണ്. ആര്? അവര് കൊണ്ടുവന്നു. ഒരാൾ പറഞ്ഞു ഇത് സായിപ്പ് കൊണ്ടുവന്നു. ഇവിടെ പൊട്ടാ സായിപ്പ് കൊണ്ടുവന്നതല്ല. സായിപ്പിന്റെ ആണോ സുവിശേഷം? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്, അല്ല സായിപ്പിന്റെ സന്തോഷമെന്നല്ല. അവര് പിന്നെ നമ്മളെക്കാളും കുറച്ചുകൂടെ ഇതിനൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ട് ഏറ്റെടുത്തു. സുവിശേഷം സായിപ്പ് കൊണ്ടുവന്നതല്ല. നാളൊരു തള്ള പറയുന്നുണ്ട് കപ്പലേൽ ഇറക്കിയതാണ്. കളി തള്ള ഇത് കപ്പലെ തള്ളക്ക് മാട്ടാണ്. കപ്പലെ കൊണ്ടുവന്നത് അതിന് കപ്പലേലും ഒക്കെ കൊണ്ട്. ഇത് കപ്പലേലും പ്ലെയിനേലും ഒന്നും കൊണ്ടുവന്നതല്ല. സുവിശേഷം മാനുഷികമല്ല, ദൈവികമാണ്. കുക്കുസായിപ്പ് കൊണ്ടുവന്നതല്ല സുവിശേഷം. ചില പറയും ഇത് കുക്കുസായിപ്പ്, ഇവരുടെ ഒരു പഴയ സായിപ്പാ കുക്കുസായിപ്പ്. ഇത് കുക്കും കൊക്കും ഒന്നും കൊണ്ടുവന്നതല്ല, ദൈവത്താൽ തുടങ്ങിയതാ. നാഗൽ സാഹിബിന് ഓയിൽ സാഹിബ് ഒന്നും കൊണ്ടുവന്നതല്ല. ജോർജ് ബർഗും മേരി ചാമാനും ഒന്നും കൊണ്ടുവന്നതല്ല. കല്ലുമല കുഞ്ഞുമാനച്ചാന്റെ വീട്ടിലെ അല്ല സുവിശേഷം. ചില പറയാ കുഞ്ഞുമാന്റെ ആടാ സുവിശേഷം. ഏത് കല്ലുമല? പിന്നെ ഇത് കല്ലുമല കുഞ്ഞുമാനച്ചാന്റെ അല്ല സുവിശേഷം. അപ്പം പഴയ ആൾക്കാർ പറയാ കുഞ്ഞുമാനേക്കാളും മുന്നേ ഉണ്ണുണ്ണിയുടെ ആടാ ഉണ്ണുണ്ണി സാറ്. ഏത്? കുമ്പനാട്ട. അയ്യോ ഇത് കുമ്പനാട്ട ഉണ്ണുണ്ണി സാറിന്റെ അല്ല സുവിശേഷം, അല്ലെന്ന്. മാലക്കര പാപ്പി സാറിന്റെ അല്ല സുവിശേഷം, കുഞ്ഞമ്മച്ചന്റെ ഒന്നുമല്ല സുവിശേഷം. ദൈവത്തിന് മഹത്വം. സുവിശേഷം പാസ്റ്റർ പോളിന്റെ അല്ല. ഏതാ? TPM-ന്റെ സ്ഥാപകൻ പാസ്റ്റർ പോള് രാമൻകുട്ടി, പുള്ളിയുടെ അല്ലെന്ന്. സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവികമാണ്. അതിനൊരു കാര്യവും കൂടെ ചേർത്ത് പറഞ്ഞേക്കാൻ. ചിന്തിച്ചോ, ദൈവികമായതുകൊണ്ടാണ് ഇത് ഇന്ന് നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായില്ലയോ എന്തിനേലും കോട്ടം വന്നിട്ടുണ്ടോ? സ്തോത്രം. അതിന്നും ശോഭിച്ചു നിൽക്കുക. ദൈവത്തിന് മഹത്വം. ഞാൻ വിവരിക്കുന്നില്ല. സുവിശേഷത്തെ തകർക്കാനും നശിപ്പിക്കാനും ഒക്കെ കച്ചയം കെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാർ ഒത്തിരി ഉണ്ട്. അവർക്ക് കുഴപ്പം വന്നതല്ലാതെ സുവിശേഷത്തിന് ഒരു കുഴപ്പവും വന്നില്ല. ഒരാളെ ഉപദ്രവിച്ചടിച്ചാൽ 9 എണ്ണത്തിന് ദൈവം അങ്ങ് എഴുന്നേൽപ്പിക്കും. ചില ആൾക്കാർ ധരിച്ചേക്കുന്ന ഇതിനെയെല്ലാം കണ്ടിച്ചു കഴിയുമ്പോൾ എല്ലാം തീരുവന്നാ. ഒന്നിനെ കണ്ടിച്ചാൽ 9 എണ്ണത്തിന് ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് അതാ സുവിശേഷത്തിന്റെ ശക്തി. ഈ സുവിശേഷം വളർന്നത് മനുഷ്യനെ കൊന്നൊടുക്കി വളർന്നതല്ല, ജീവൻ കൊടുത്ത് വളർന്നതാ. മനുഷ്യനെ കൊന്നൊടുക്കി വളർന്നതല്ല. എല്ലാവരും കണ്ടിക്കടാ, നമ്മൾ മാത്രം മതികടാ, ഒരറ്റം മുതൽ അറയടാ, അങ്ങനെ അറിഞ്ഞ് കണ്ടിച്ചു വളർന്നതല്ല സുവിശേഷം. അനേകര് ജീവനെ കൊടുത്തതാ. സ്തേഫാനോസ് മുതലുള്ളവര് അല്ല, പുറകോട്ടിറങ്ങിയ ഹാബേൽ മുതല് എല്ലാവരും രക്തം ചിന്തി. എന്തിന് രക്തം കൊടുത്തു? യേശു അങ്ങനല്ലയോ? ഒരുത്തനെ കൊന്നേച്ച് വളർത്തിയതല്ലിത്. യേശു ജീവനെ കൊടുത്തതാ. അങ്ങനെ അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇന്നും അതിന്റെ വെന്നിക്കൂടി പറപ്പിക്കുക. സുവിശേഷം മാനുഷികമല്ല, ദൈവികമാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തലകുനിക്കുമേ, അതുബേക്ക് സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തലകുനിക്കുമേ, അതുബേക്ക് സന്തോഷമേ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത അതാ ചിന്തിക്കുന്നത്. 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞോണം ഇത് കേട്ടോ. അതിനാ ഇങ്ങനെ വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് നിന്ന് മനസ്സിലാകുന്ന ഭാഷ. മനസ്സിലാകുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആര് ചോദിച്ചാൽ ഇത് നാളെ വന്ന് ചോദിക്കുക എന്തുവാ സുവിശേഷം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി നാളെ ഒരു അവസരത്തിൽ ഉപദേശമാരെ പ്രസംഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതങ്ങ് പറഞ്ഞേക്കണം. ഉപദേശമാര് പറയാ ഡേറ്റ് ഇല്ല, എന്നാ വേണ്ട, നിങ്ങൾ ആ ഡേറ്റിൽ അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. വലിയ കസരത്തൊന്നും അധികം ഇറങ്ങാതിരിക്കുന്നതാ
പിന്നെ വലിയ അദ്വൈതമൊക്കെ ഞാൻ കൊണ്ടിറക്കി. മനുഷ്യന് പിടിയും കിട്ടുന്നില്ല. ചെല്ലി പ്രസംഗിക്കുന്നത് ആർക്കും മനസ്സിലാകരുതെന്നും പറഞ്ഞ ഭാഷയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അമ്മാനമാടി അതിൻ്റെ എന്ത് പറയാനറിയാം, എനിക്കറിയത്തില്ല. നിങ്ങൾ പറയാതെ എനിക്കറിയാൻ മേലാത്ത എൻ്റെ കലിപ്പായിരിക്കുമെന്ന് ചെല്ലം കൊണ്ട് പറഞ്ഞാൽ ഒന്നും പിടി കിട്ടുന്നു. നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്തോ പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നാലും എന്തുവാ കേക്കണം, അതൊക്കെ ഒന്ന് കേൾക്കണം. അല്ല എന്തുവാ അമ്മാമ കേട്ടതല്ലേ, ഞാൻ കേട്ടു, എന്തു പറഞ്ഞു, അതൊക്കെ വന്ന് കേൾക്കണമെന്ന്. പിന്നെ ഞങ്ങളുടെ പാപ്പച്ചായൻ പറഞ്ഞ പോലെ പണ്ടൊരു ഉപദേശിയോട് വന്ന് സംശയം ചോദിച്ചു ഒരു വിശ്വാസി, അപ്പച്ചാ അതങ്ങനാന്ന്. അങ്ങനെ വേറെ പുസ്തകത്തിൽ നിന്ന് പുള്ളിക്കും അത് അറിയത്തില്ല, പുള്ളി മുണ്ടിങ്ങനെ പോയി വേണ്ട പുസ്തകം വായിക്കടാ. എനിക്കറിയാൻ മേലെന്ന് അവനോട് പറഞ്ഞാൽ ക്ഷീണമല്ലേ. അവൻ വലിയ ആഗ്രഹത്തോടെ വന്നു, അപ്പച്ചാ അതങ്ങനെ പോയി വേണ്ട പുസ്തകം വായിക്കടാ, ചുമ്മാ നടക്കാന്ന്. അറിയാൻ മേലെന്നും പറഞ്ഞവൻ. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആര് ചോദിച്ചാലും ഇത് പറഞ്ഞോണം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്ന. ഇവിടെ ഞങ്ങളുടെ ശിവപാസ്റ്റോട് ഒരു അച്ചായൻ പറഞ്ഞു, അയ്യോ അത് മുഴുവൻ ഞാൻ പഠിച്ചെന്ന്. ഇത് മുഴുവൻ പുള്ളി ഒന്ന് ലൈവിലുണ്ട്. അത് പാസ്റ്റോട് പറയുന്നേ വേറെ വല്ലതും ഒന്ന് പറയാൻ, വേറെ വല്ലതും. അത് എനിക്ക് സന്തോഷം തോന്നി, പുള്ളി ഇത് പഠിച്ചല്ലോ. അയ്യോ വലിയ കാര്യം, വലിയ കാര്യം. എൻ്റെ കൂടെ നടക്കുന്നവരുമാണ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ ഈ അടുത്ത പോയിന്റ് ഏതാന്ന് പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരും. കൂടെ കണക്കല്ലേ പഠിക്കുക. പിന്നെ ഇടയ്ക്ക് ഞാൻ പോയിന്റ് ഒന്ന് മാറ്റും. സ്തോത്രം. വചനത്തിൽ നിന്നേ ഇത് പഠിക്കണം. ഏത് പാതിരാത്രി ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം. മറ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ സുവിശേഷം പറഞ്ഞോണം. യോഹന്നാൻ സ്നാപകന്റെ വിശേഷത അവൻ സുവിശേഷം അറിയിച്ചെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. ലൂക്കോസ് 3:18 ഒന്ന് വായിച്ചു. ലൂക്കോസ് 3:18 യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ വിശേഷത. ലൂക്കോസിന്റെ മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചു. ജനത്തോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ദൈവത്തിന്റെ മഹത്വം. ഇത് മാനുഷികമല്ല. 4, സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, ഈ സുവിശേഷം നിന്നെ ഉയർത്തും. സുവിശേഷം നിന്നെ ഉയർത്തും. നിന്റെ താഴ്ചയൊക്കെ മാറ്റും, തകർച്ചയൊക്കെ മാറ്റും, അരാജകത്വമെല്ലാം മാറ്റിത്തരും, പാളിച്ചകളെല്ലാം മാറ്റും, നിന്നെ ഉയർത്തും. ഒരു വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. പൈര്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7. പൈര്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഉയരേണ്ടതിന്. കണ്ടോ? അപ്പൊ സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത ഇത്. 4ആയില്ലേ? 1 രക്ഷിക്കും, 2 സമാധാനം തരും, 3 മാനുഷികമല്ല, 4 ഉയർത്തും. അപ്പൊ സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, ഈ സുവിശേഷം നിന്നെ ഉയർത്തും. എല്ലാ നിലയിലും ഉയർത്തും. ഇപ്പൊ ഈ മൈക്ക് മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളിലോട്ട് തന്നാൽ ഇങ്ങോട്ട് കയറി 2 വാക്ക പറയാൻ പറഞ്ഞാൽ മിക്കവരും പറയുന്നതിൽ ഒരു പദം ഇതായിരിക്കും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. നാടൻ ഭാഷ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വേണേ ഒന്ന് പറയും ചിലര്. ഞാനാണേ പറയും, മുടിഞ്ഞു മുണ്ടക്കോല് തല്ലി കിടന്നതാ, ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ തീർന്നതാ. ഞങ്ങളുടെ അവിടെ നാട്ടിലൊരു നശിച്ച് നാരായണക്കല്ല് പിടിച്ചെന്ന്. അതൊരു സ്ഥലമുണ്ട് അവിടെ, നാരായണക്കല്ല്. അപ്പോൾ ഓരോ നാട്ടിലും ദേശത്തിന്റെ രീതിയിലാ സംസാരം. മുടിഞ്ഞു മുണ്ടക്കോല് തല്ലി നശിച്ച് നാരായണക്കല്ല് പിടിച്ച് ഇങ്ങനെയൊക്കെ കിടന്നതാ. പക്ഷേ ഈ സുവിശേഷത്തെ വിശ്വസിച്ച് സുവിശേഷം ഏറ്റെടുത്ത് ഇതിന്റെ സാക്ഷിയായി വന്നു. എൻ്റെ ദൈവം എന്നെ ഉയർത്തി. എല്ലാ നിലയിലും ഇല്ലേ? വേണ്ട പ്രായമുള്ളവരൊക്കെ യോഗ്യമായിട്ടായിരിക്കുന്നു. അതേസമയം ചിലരുടെ വരവൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം. കൗളുമെല്ലാം കൂട്ടി എന്നും വലിയല്ലോ.
സോഡാക്കുപ്പി, പഴയ സോഡാക്കുപ്പി പോലെ അവളുമൊക്കെ ഇവിടെ വന്ന് നോക്കിയോ, എല്ലാം ഇരിക്കുന്ന നാട്ടിൽ എന്ത് നല്ല യോഗ്യമായ വസ്ത്രമൊക്കെ ധരിച്ച്. മറ്റേതാരും നേരത്തെ അന്ന് ഇവിടെ ഇടേണ്ട ബട്ടൺസ് ഇവിടെ ഇടുന്നത്. ഇതൊക്കെ നല്ല യോഗ്യമായിട്ട് സഹോദരിമാരൊക്കെ എന്ത് മാന്യമായിട്ടിരിക്കുന്നു. തലയിൽ നല്ല എന്തോ അതിന് സ്കാഫോ ഇതൊക്കെ എഴുതി നല്ല യോഗ്യമായിട്ടിരിക്കും. അതിനാ ഇത് സുവിശേഷം ഇത് മാന്യമായിട്ട് നടത്തും, ഉയർത്തും. എല്ലാ നിലയിലും നമ്മെ ഉയർത്തുന്നത് ആ സുവിശേഷം, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചൊല്ലി പറയുന്നത് സായിപ്പ് കാശ് കൊടുക്കുക, സായിപ്പ് തരുന്നതൊന്നുമല്ല. ഇതെങ്ങനെ ഉയർച്ച വരുന്നത്? അതിന് ന്യായമായൊരു ഒരു 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 വകുപ്പ് പറയും, ന്യായം. അതോടെ ന്യായമായൊരു ചൊല്ലി പറയുക. പെന്തിക്കോസി പോയി അവിടെ ഇപ്പം പുതിയ വീടുമൊക്കെ വെച്ചു, വണ്ടിയൊക്കെ മേടിച്ചു. ചെറുക്കനുണ്ട് പേർഷ്യയിലും. അതിന് മറുപടി പറയാം, അങ്ങനെ വായ്പ തന്നൊന്നുമല്ല. ഈ പെന്തിക്കോസി വന്നു കഴിയുമ്പോഴേ, യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, ചില കാര്യങ്ങൾ ആരംഭിക്കും. അതിലൊന്ന്, നീ നേരത്തെ 1000 രൂപയ്ക്ക് അല്ലെ 500 രൂപയ്ക്ക് ജോലി ചെയ്താൽ അതിനൊക്കെ 300 രൂപയ്ക്ക് കുടിക്കണം. പോയിട്ട് 200 ആ കയ്യില്. അത് വീട്ടു സാമാനമെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് പിന്നെ ഒരു 10 നിന്റെ കയ്യിലും വെക്കും. പണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾ മദ്യപാനം നിർത്തി, 300 വരവായി. നേരത്തെ നീ വലിക്കുമായിരുന്നു, ചാർമിനാർ, പഴയ സിഗരറ്റിന്റെ പേരാ കേട്ടിട്ടില്ല? പഴയ അപ്പച്ചന്മാർ ഇല്ല ചായ, എന്തുവാ അതിന് പറഞ്ഞു? ചാർമിനാർ എന്നല്ലേ? നിങ്ങളെല്ലാം തികഞ്ഞ ആത്മീയരായതുകൊണ്ട്. അപ്പൊ വലിക്കാനായിട്ട് ഒരു 50 രൂപ വേണമായിരുന്നു നേരത്തെ, അതങ്ങ് നിർത്തി. അപ്പൊ 50 ലാഭമായി. 300ന്റെ കൂടെ ഒരു 50 ഒരു ദിവസം വെച്ച് കൂട്ടി. പിന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പല കേസിന് പോകുമായിരുന്നു. 28 കെട്ടാൻ പോകും, ചരട് മേടിച്ചോണ്ട് അതിനെന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ ചടങ്ങ്, മാമോദീസ, ആണ്ടിയാത്തം, അടിയന്തിരം, പിന്നെ ഓണം ആഘോഷിക്കാൻ പുതിയ ഡ്രസ്സ്, പിന്നെ ഭക്ഷണം, അത് ഇത് പല കാര്യങ്ങളും. ക്രിസ്തുമസ് ആഘോഷിക്കുക, നക്ഷത്രം മേടിക്കാൻ കാശ്, പിന്നെ തൂക്കണം. പണ്ടൊക്കെ മെഴുകുതിരി അതിനകത്ത് കത്തിച്ച് വെക്കുന്നത്, മെഴുകുതിരി ചിരട്ടയ്ക്കകത്ത്, അങ്ങനെ ഇല്ലയോ? ചിരട്ടയ്ക്കകത്ത് ഈറയെല്ലാം കൂടെ എന്ത് മെനക്കേടാന്നറിയും. അത് തൂക്കണം. പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകൾ, അതിന് പോകണം, ഇതിന് പോകണം, ഇതിനെല്ലാം കാശല്ലേ. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് നിർത്തി. നിർത്തിയില്ലല്ലോ. പിന്നെ ഞാൻ നിർത്തിയെന്നങ്ങ് പറയുക. പകല കേസിനകത്ത് ഇപ്പോഴും പോയി അതായി രക്ഷപ്പെടാതിരിക്കുന്നു. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ വേർപാട് പാലിക്കും, അറിയാമോ? ആ വേർപാട് പാലിക്കുമ്പോൾ അനാപത്ത് ചെലവുകളെല്ലാം നിൽക്കും. അപ്പൊ കൈ വരുന്നത് ഒന്ന് മാറ്റി വെക്കും. അപ്പൊ മറ്റവർ നോക്കി നിൽക്കും, വീട് പണി തുടങ്ങി, ഇത് സായിപ്പ് കൊടുത്തു. സായിപ്പ് അതിലെ പോകുന്നത് കണ്ടിട്ടല്ലാതെ ഏത് സായിപ്പ്? പഴയ പോലാണോ സായിപ്പ്? സായിപ്പ് നമ്മളെക്കാലം എടുക്കാനാ. സായിപ്പ് അവിടുന്ന് ഇതിലെ അടിച്ചു നോക്കി കൃത്യം അറിഞ്ഞാൽ ചൈഞ്ഞോട്ട് വരുന്നേ. ഏത് ഹോട്ടലിലാണ് താമസം, ഹോട്ടലിന്റെ പേര്, ഇത്ര ഇന്ന റൂം, അതിന് ഇത്ര രൂപ, അതെല്ലാം ഇന്നടത്ത് കപ്പൽ അല്ലെ പ്ലെയിനെ വന്നിറങ്ങി അങ്ങോട്ട് ഇത്ര കിലോമീറ്റർ, അത് ഓട്ടോയ്ക്കാന്ന് ഇത്ര, കാറിനാന്ന് ഇത്ര, അങ്ങനെ എല്ലാം കൃത്യം അറിഞ്ഞാച്ചാ. നമ്മൾ 10 രൂപ കൂടുതലെങ്ങാനും ഓട്ടോക്കാരൻ തരത്തില്ലെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് സായിപ്പ് തരുന്നതോ വിദേശക്കാര് തരുന്നതല്ല. നീ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നു കഴിയുമ്പോൾ അനാപത്ത് ചെലവുകളെല്ലാം നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അതെല്ലാം നിനക്ക് ഒരു മുതലാ. ഇതിലെല്ലാം ഉപരി ദൈവസന്നിധിയിലിരിക്കും. അപ്പൊ നീ അറിയാത്ത വഴി ദൈവം തുറക്കും. നിന്റെ കുഞ്ഞുങ്ങൾക്കും ദൈവം നല്ല വിദ്യാഭ്യാസം കൊടുക്കും, ദൈവം വഴി തുറക്കും. അങ്ങനെ ഭൗതികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപരി ആത്മീകമായിട്ടും ദൈവം തന്നെ ഉയർത്തും. അങ്ങനെ ഉയർച്ച പ്രാപിച്ചവരായി ഇവിടെ വന്നിരിക്കുന്നതിൽ സിംഹഭാഗവും ഇന്ന് രാത്രി ദൈവവൈതലേ സുവിശേഷം തന്നെ ഉയർത്തുന്നതാ. നിന്റെ അരാജകത്വം എല്ലാം മാറ്റും, സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തും. അതുകൊണ്ട് ഈ സുവിശേഷം ഏറ്റെടുക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്ക്, സുവിശേഷം തന്നെ ഉയർത്തും. ദൈവത്തിന്റെ മകൻ, എനിക്കറിയാത്രയോ ദൈവദാസന്മാർ, ദൈവമക്കൾ സാക്ഷി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ പറയാനുണ്ട്. എന്റെ ദൈവം എന്നെ ഉയർത്തി. പുസ്തകത്തിലെ വാക്കി അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി, പിന്നെ പ്രഭുക്കന്മാരോടുകൂടെ തന്റെ
ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നവനാ ദൈവം. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം വരാ, നരർക്കൊപ്പമിരുത്തി എന്നയം അത്ഭുതം വരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി, മനുജാതിക്കായി വന്നത ഉന്നതാധിപ. മനുവേല വന്ദനം. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മഞ്ഞിലേഖന, മനുജാതിക്കായി വന്നത ഉന്നതാധിപ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ഒരു വ്യക്തിയെ ഉയർത്തുന്നത്. സുവിശേഷത്തെ സ്നേഹിച്ച് സുവിശേഷത്തെ അനുസരിച്ച് അംഗീകരിച്ച് വന്ന ആർക്കും താഴ്ച വരാൻ ദൈവം അനുവദിക്കത്തില്ല. സുവിശേഷം നിന്നെയും നിന്റെ കുടുംബത്തെയും ഉയർത്തും. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സമാധാനം തരുന്ന മാർഗം. മൂന്ന്, ഇത് മാനുഷികമല്ല. നാല്, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗം. ദൈവത്തിന് മഹത്വം. അഞ്ച്, സുവിശേഷത്തിന്റെ വിശേഷതയാണ്. അഞ്ച്, ഇത് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ഒരു വാക്യം വായിച്ചേ, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 1-2. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. ദൈവം തന്റെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം മതി. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പൊ സുവിശേഷം നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. ഓർപ്പിച്ചല്ലോ, സുവിശേഷം യേശു ക്രിസ്തു ഇത് മുന്നമേ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്തതാ. എന്തുവാ വാഗ്ദത്തം ചെയ്തത്? സുവിശേഷം. അത് ഞാൻ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ഈ സുവിശേഷം പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അതെന്തുവാന്ന് ചോദിച്ചാൽ, ഒന്ന്, സുവിശേഷം യേശു ക്രിസ്തു. അതായത് ഇത് പുസ്തകം നിങ്ങൾ പഠിച്ച് ഉൽപ്പത്തി മുതല് വെളിപ്പാട് വരെ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുക. ഉൽപ്പത്തിയിൽ നമുക്കറിയാം സ്ത്രീയുടെ സന്തതിയായിട്ട് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ ഒരു പെസഹ കുഞ്ഞാടിനെ നമ്മൾ ദർശിക്കുന്നുണ്ട്, മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ലേവ്യ പുസ്തകത്തിൽ 2 ആടിനെ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് അസസ്സേലിനെ ചീട്ട് വീണ ആടാ. ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ടൊരു പാറയുണ്ട്, സ്തോത്രം. ആ പാറ ക്രിസ്തു, അതായത് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ നിന്നെ പോലെ ഒരു പ്രവാചകനെ അയക്കും, സ്തോത്രം. ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. യോശുവയുടെ പുസ്തകത്തിൽ നല്ലൊരു സൈന്യാധിപനെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ പുസ്തകവും നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ ഇത് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. ആ സുവിശേഷം യേശു ക്രിസ്തു. എന്തുവാ? പ്രവാചകന്മാർ മുഖാന്തരം. എങ്ങനെ? ആദ്യം പ്രവചിച്ച ഒരാളുണ്ട്, വായിച്ച യൂദാ 14.
ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ആദ്യം ഈ കാര്യം പ്രവചിച്ച ഒരു പ്രവാചകന് യൂദാ 14. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയും ബോധം വരുത്തുവാൻ മൈക്കൂടെ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നുവെന്ന് എന്തോ പ്രവചിച്ചു. അവർ അല്ലെന്ന് എന്തുവാ പ്രവചിച്ചത്? ഇതാ കർത്താവ് വരുന്നെന്ന്. അപ്പൊ ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ഇതാരാ പ്രവചിച്ചത്? ഹാനോക്ക് എവിടാ കാണുന്നത്? ഉൽപ്പത്തി 5. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി ഹാനോക്ക് പ്രവചിച്ചു, മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ഹാനോക്ക് പ്രവചിച്ചത് കൊണ്ട് എന്തുവാ പ്രവചിച്ചത്? ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ. അപ്പൊ ഇത് ഏത് വരവാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടമാണ്. രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം. ഒന്നാമത്തെ വരവുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ, പാപപരിഹാരത്തിന് വേണ്ടി ജീവനെ തരാൻ വന്നതാ. 10-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 26 വായിച്ച്. എബ്രായ ലേഖനം 9:26 പെട്ടെന്ന് വായിച്ചു. 9:26 പെട്ടെന്ന് വായിച്ചു. അങ്ങനെയാകയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷത എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ആദ്യത്തെ പ്രത്യക്ഷത ഇതൊക്കെ നേരത്തെ പ്രവചിച്ചു വച്ചിരിക്കുക. രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി ആ 9:28 വായിച്ചേ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അപ്പൊ ഒന്നാം പ്രത്യക്ഷത 9:26, രണ്ടാമത്തെ പ്രത്യക്ഷതയാ ഇപ്പം വായിച്ചത്. ആ രണ്ടാം പ്രത്യക്ഷതയ്ക്ക് തന്നെ 2 ഘട്ടമുണ്ട്. രണ്ട് ഘട്ടമായിട്ടാ. അപ്പൊ ആദ്യത്തെ ഘട്ടം ഭൂമിയിലോട്ട് വരത്തില്ല, മധ്യാകാശത്തില്ല. അങ്ങനെയൊക്കെ ആ പ്രയോഗം ഇല്ലയോ? വായിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചു. സഹോദരന്മാരെ, നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടിരിക്കുന്നവൻ അവർക്ക് മുമ്പാകില്ല എന്ന്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നിൽക്കട്ടെ, അവരെ ഉയർപ്പിക്കുന്നതിന് മുന്നേ വേറെ ചില കാര്യമുണ്ട്. 16 മുതൽ ഇനി സമയം പോകുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നമ്മൾ അങ്ങോട്ട് ചെല്ലുക. അപ്പൊ യേശു ഭൂമിയിലോട്ട് വരുന്നില്ല. താഴെ വന്ന് കാല് കുത്തിയ എല്ലാത്തിനും കൂടെ എടുത്തോണ്ട് പോവുകയല്ല, അവിടെ വരും. ഒരു താല്പര്യമല്ല പുള്ളി വരികയോ പോവുകയോ ചെയ്യട്ടുന്ന. അങ്ങോട്ട് വരുമ്പോഴാ പുള്ളിക്ക് അപ്പം എവിടെയും വരിക. ദൈവത്തിന്റെ മഹത്വം. ഭൂമിയിലോട്ട് വരത്തില്ല, മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. അപ്പൊ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ആദ്യം ഉയർക്കും. അവർക്ക് മുൻഗണനയുണ്ട്. അതല്ലേ നമ്മളൊരു പാട്ട് പാടുകല്ലേ, മുൻപേ. പോകാനൊന്നും താല്പര്യമില്ല, എന്നാലും അങ്ങ് പാടുക. പിന്നെ അടുത്തിരിക്കുന്ന പുള്ളിയെ നോക്കിക്കൊണ്ടായിരിക്കും മുൻപേ പുള്ളി പൊക്കോട്ടെന്ന നമ്മൾ പോകുന്ന കാര്യം വന്നു. എന്നാലും ഒന്ന് പാടിക്കോ, ഓങ്ങിയതല്ലേ. മുൻപേ പോയിടും
മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവർ. എന്തുവാ എല്ലാവരും വിട്ടേച്ച് പാടാതിരിക്കുന്നത്? മുൻപേ മുൻപേ പോയിടുന്നവർ ഭാഗ്യമുള്ള വലിയ ഇവര് മിണ്ടുന്നില്ല. എല്ലാവരും പൊക്കോട്ടെന്നായിരിക്കും. പാട്ട് മറന്നതാണോ അതോ പേടിച്ച് പാടാന്നോ? മുൻപേ മുൻപേ പോയിടുന്നവർ ഭാഗ്യ പൊക്കോളാൻ അവര് മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി രണ്ടിനാഞ്ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു. രണ്ടിനാഞ്ഞരങ്ങി ഞാനും പാട ഞരങ്ങിയിരിക്കല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യും? രണ്ടിനാല് ഞരങ്ങ് അറിയാനും മേല പുള്ളി തൊട്ട് പാടുന്നു. ഏതാ രണ്ടിനാല് ഇപ്പൊ ഞരങ്ങുന്നു പാട്ടോട്ട് അറിയത്തുമില്ല പുള്ളി തൊട്ട്. അതാ രണ്ടിനാൽ അങ്ങനെ ഞരങ്ങ. മതി, ഇത് മതി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാനാ. പരിഹരിച്ചു, നിവൃത്തിയായെന്നും പറഞ്ഞാ പോയത്. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എന്നിട്ട് ഇനിയും വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലോട്ട് വരുന്നില്ല, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുക. കർത്താവിനെതിരെ മേഘങ്ങളിൽ പോകാൻ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. സംശയിച്ചിരിക്കുകയാണോ? പോകുമോ? എന്തെങ്കിലും പറ. പോകും. ആട്ടെ. പണ്ട ഓണക്കളിക്ക് ഒരു ചൊല്ലുണ്ടായിരുന്നു, പോണം പോണം പക്കുടുക്ക്, പോകണ്ട പോകണ്ട. ഉണ്ടെന്ന് കൊച്ചിലെ ഞാനും കളിച്ചിട്ടുണ്ട്. പോണം പോണം പക്കുടുക്ക്. അപ്പം മറ്റവർ പറയും പോകണ്ട പോകണ്ട. ലോകം പറയുക പോകണ്ട പോകണ്ട, നമുക്ക് പോണം പോണം. പോണമെന്നാണോ പോകണ്ടെന്നാണോ? യോഗത്തിൽ നിന്ന് പോണമെന്നാണോ അതോ? അതാ. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. വഴി ഒരുക്കും നിസങ്ങൾ ഭൂവിൽ, വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനെ താമസമോ? എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ. എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിൽ അവർ ദൈവ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിൽ അവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു. ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനെ എന്തിനീ താമസമോ? എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ.
അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അപ്പൊ ഹാനോക്ക് ഇത് പറയുക, എല്ലാവരെയും വിധിപ്പാൻ യേശു വീണ്ടും വരുന്നു. ആ വരവ് രണ്ടാം വരവിന് 2 ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം ആ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും, ഭൂമിയിലോട്ട് വരത്തില്ല, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി ന്യായവിധി എല്ലാം കഴിഞ്ഞ് പ്രതിഫലമൊക്കെ തന്ന് ഒരു പ്രയോഗമാ കുഞ്ഞാടിന്റെ കല്യാണമെന്ന്. അതൊക്കെ കഴിഞ്ഞ് മണിയറവാസം എന്നൊക്കെ ചിലർ പറയുന്നു. ഒരു പാട്ടുമൊക്കെ ഉണ്ട്, മണിയറ ഒരു പാട്ടില്ല. അതും അറിയാൻ മേലെ കേട്ടത്. പിന്നെ അവൻ പാടുന്നുണ്ട്. മണിയറ പോവോ ഇല്ലയോ എന്നായിരിക്കും. മണവാളനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു വരവുണ്ട്. അത് രണ്ടാം വരവിന്റെ 2ാം ഘട്ടം. രണ്ടാം വരവിന്റെ 2ാം ഘട്ടം. ആ 2ാം ഘട്ടം ഭൂമിയിലേക്കാണ് വരുന്നത്. അറിയാമല്ലോ, വിവരിക്കണ്ടല്ലോ. അതിനെപ്പറ്റിയാണ് 2-3 വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10. പിന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. പിന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യം. ഇപ്പൊ അത് വായിരും, പിന്നെ വേറെ തരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ കീഴിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. 1-ാം വരവിനെ പറ്റി സൂചിപ്പിച്ചു. ഇനി 3:13 ഒന്ന് വായിച്ചേ. 2:19 വായിച്ചോ. 2:19 തെസ്സലോനിക്കർക്ക് എഴുതിയ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ. ഇനി 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവും സകല വിശുദ്ധന്മാരുമായിട്ട് മേളിൽ നിന്ന് വരുന്ന പ്രത്യക്ഷത. ഇതിനെപ്പറ്റി ആ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചോ. വെളിപ്പാട് 1:7. അവൻ മേഘാരൂഢനായി വരുന്നു. നന്നായിട്ട് വായിക്കും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാന്ന് പറയാൻ പെട്ടെന്ന് വരുന്ന കിട്ടുമല്ലായിരിക്കും. ഇത് അവൻ സ്തോത്രം മേഘത്തെ ഉടുത്തോണ്ട് വരുന്നതൊക്കെയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മേഘം ഉടുത്തെന്നല്ല, വിശുദ്ധന്മാരുമായിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്നത്. ആ വരവിനെ പറ്റി വെളിപ്പാട് 19:11 വായിച്ച് അതിന്റെ ഒരു രൂപരേഖ അവിടെ തന്നിട്ടുണ്ട്. വെളിപ്പാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് ഒരു വെള്ളക്കുതിര. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിര മോടിച്ചോണ്ട് പോയെന്നല്ല. ഒന്നും പിടികിട്ടുന്ന കുതിരയെ അടിച്ചു മാറ്റിയെന്നല്ലെന്ന്. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. പിന്നെ അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. കുതിരയുടെ പുറത്ത് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അടുത്തത് അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഇപ്പൊ ഇത് ആരാന്നുള്ള സംശയമാ. കുതിരപ്പുറത്തിരിക്കുന്നവൻ ആരാ? നിങ്ങൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല. വായിര്. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. തിരിഞ്ഞല്ലോ ആരാന്ന്. അവന് ദൈവവചനമെന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവം, വചനം ജഡമായി തീർന്നവൻ. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു. ഇനി അടുത്ത വാക്യം. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്. വിശേഷ വസ്ത്രം ആർക്കാ കൊടുത്തു? അവൾക്ക് വിശേഷ വസ്ത്രം ധരിപ്പാൻ 19 അങ്ങനല്ലേ? ആർക്കാ കൊടുത്തു? 7 മുതൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ,
അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ. ആർക്കാ വിശേഷ വസ്ത്രം? മണവാട്ടി കാന്തയ്ക്ക്. കാന്ത അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് അപ്പൊ തിരുസഭയ്ക്ക്. അപ്പോൾ വിശേഷ വസ്ത്രം ആർക്കാ? തിരുസഭയ്ക്കാണ്. 19:11 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വസ്ത്രം? വെള്ളക്കുതിരപ്പുറത്ത് വായിക്കുമോനെ? ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അല്ല, രണ്ടാമത്തെ വാക്യം അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തൻ. അത് വായിച്ചതല്ലേ, അടുത്തത് വായിര്. സ്വർഗത്തിലെ സൈന്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്. തിരുസഭയുടെ കാര്യമാണ് പറയാൻ. വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ. അപ്പോൾ ഈ തിരുസഭയും വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് വരിക. അപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ മുന്നിലിരിക്കുന്നു, അവന്റെ പേര് ദൈവവചനം, യേശു. സൈന്യം എന്ന് ഉദ്ദേശിച്ചത് തിരുസഭയാ. വെള്ളക്കുതിരപ്പുറത്ത് വരിക. ദൈവത്തിന് മഹത്വം. ഒന്നിച്ച് ആ വരവ് ഇങ്ങോട്ട് കണ്ടാൽ മേഘം ഉടുത്തതുപോലെ തോന്നും. അതാ വെളിപ്പാട് ഒന്നി പറഞ്ഞ മേഘാരൂഢനായി. യോഹന്നാൻ ഇങ്ങനെ നോക്കുമ്പോൾ മേഘം ഉടുത്തോണ്ട് ഒരുത്തം വരുന്നു. മേഘമല്ല, സൈന്യമെല്ലാം കൂടെ വെള്ളക്കുതിരപ്പുറത്ത് വിശേഷ വസ്ത്രമൊക്കെ ധരിച്ച് കൂടെ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ മേഘം ഉടുത്തോണ്ട് ഒരുവൻ വരുന്നത് പോലെ. എന്തോ വരവാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എന്തോ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വരുമേ തിരുമായി മൊഴിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്ന് കാണാം എന്റെ വീട്ടിലെന്ന് താ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്ന് താ. നവയറുചല മഹിമ നിറഞ്ഞു ഇറങ്ങി വരും സമയം ഓർക്കുമ്പോൾ. നവയറുചല മഹിമ നിറഞ്ഞു ഇറങ്ങി വരും സമയം ഓർക്കുമ്പോൾ. നവയറുചല മഹിമ നിറഞ്ഞു ഇറങ്ങി വരും സമയം ഓർക്കുമ്പോൾ. സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരും. സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരും. വരുമേ തിരുമായി മൊഴിഞ്ഞവൻ അരുളിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി പിറക്കുന്നേ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി പിറക്കുന്നേ. വിശുദ്ധ ഗണങ്ങൾ നോട്ടി നേരം തന്നിൽ ഉയർത്തു മണ്ണിൽ നിന്ന് ഉയരെ പോകും. വിശുദ്ധ ഗണങ്ങൾ നോട്ടി നേരം തന്നെ ഉയർത്തു മണ്ണിൽ നിന്ന് ഉയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരും. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരും. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ
വിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വിരുന്നുശാലയിൽ ചേർത്ത് പന്തിയിലിരുത്താൻ. വിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ഈ സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. എങ്ങനെ? പ്രവാചകന്മാർ മുഖാന്തരം. ഇത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്ത് വെച്ചതാണ്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്ത. അതിലെ ഇപ്പൊ കേട്ടത് രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം ആദ്യം പ്രവചിച്ചത് ഹാനോക്ക്. ഒന്നാം വരവിനെ പോലും ആരും പറഞ്ഞില്ല. ഒന്നാം വരവിനെ പറ്റി പോലും ആ കാലത്ത് ആരും പറയാതിരുന്നപ്പോൾ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം പ്രവചിച്ചു. മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. മാത്രമാണോ യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്നും ഒക്കെ നേരത്തെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു. അല്ലാതെ ജനിച്ചു കഴിഞ്ഞാൽ ചിന്നോടത്ത് ജനിച്ചു കേട്ടോ, എല്ലാവരും അറിഞ്ഞോണേ. എവിടാ ജനിച്ചു? ഇന്നോടത്ത്. ഓ, അവിടാണോ ജനിച്ചു? ആ കൊള്ളാം, നല്ല സ്ഥലവാ. ജനിച്ചു കഴിഞ്ഞല്ല ഇത് പറഞ്ഞത്. എന്തുവാ രണ്ടുപേരും പറഞ്ഞു? അത്രയും ദൂരം വരുന്നോണ്ടായിരിക്കും. എവിടെ ജനിക്കുമെന്ന് നേരത്തെ എവിടാ ജനിക്കുന്നത്? വായിച്ചേ. മീഖ 5:2 പെട്ടെന്ന് വായിച്ചു. മീഖ 5:2 പെട്ടെന്ന് വായിച്ചു. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ. ഏതുകൊണ്ട്? മീഖ 5:2 വായിച്ചു. ഏതാ എടുത്തത്? മീഖ ഒന്നും ആയിരിക്കുകയല്ല. നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയാകേണ്ടവൻ എനിക്ക് നിന്നിൽ ഉത്ഭവിച്ചു വരും. മൈക്കിന്റെ കുഴപ്പമാണോ വായനയുടെ കുഴപ്പമാണ്? നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പൊ ഇത് സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എന്തുവാ വാഗ്ദത്തം? ഈ സുവിശേഷം ഏതാ? യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു. അല്ലാതെ തോന്നിയപ്പം ഒരു സ്ഥലത്ത് വന്നങ്ങ് ജനിച്ചതല്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആരാ ഏത് അങ്ങനെ നോക്കുന്നവരുണ്ടല്ലോ. ഇന്നടുത്ത് ഇന്നയാള് ജനിക്കുമെന്ന് ആരെഴുതി വെച്ചു? എഴുതി കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എഴുതും. ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്നയാള് ജനിക്കും. ചിലപ്പോൾ ഊഹാഭോഗം പറയും. ഇത്ര നൂറ്റാണ്ട് കഴിയുമ്പോൾ ഒരാള് ജനിക്കും. അത് ഇന്നടുത്ത് ജനിക്കുമെന്നൊന്നും എഴുതിയിട്ടില്ല, പറയത്തുമില്ല. പക്ഷെ അത് കൃത്യമായി പറഞ്ഞത് യേശുവിനെ പറ്റിയാ. സ്തോത്രം. അത് ജനിക്കുന്നതിന് മുമ്പാ പറഞ്ഞേ, ജനിച്ചു കഴിഞ്ഞല്ല. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, പ്രവചിച്ചു. സൂക്ഷം അവിടെ തന്നെ യേശു ജനിച്ച്. അല്ലാതെ പറഞ്ഞത് ഒരു തലത്തും ജനിച്ചത് വേറൊരു തലത്തും അല്ല. രണ്ടും ഒക്കാഴിയല്ല, കൃത്യം ഒത്തെന്നുള്ളതാണ്. അവിടെ തന്നെ യേശു ജനിച്ചു. വിവരിക്കുന്നില്ല, അധികം വിവരിക്കുന്നില്ല. എങ്ങനെ ജനിക്കുമെന്നും പ്രവചിച്ചു. കന്യകാസൂനുമായി 7:14 യെശയ്യാവ് പെട്ടെന്ന് വായിച്ചു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനാ ജനിക്കുന്നത്? കന്യകാസൂനുമായി. ഒന്നും വിവരിക്കുന്നില്ല, ഇതെല്ലാം നേരത്തെ പ്രവചിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ ജനിച്ചു. ഇനി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 9:6 യെശയ്യാവ്.
നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. വായിച്ചോ. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ ഈ ശിശുവിന്റെ വിശേഷത എല്ലാം വിവരിക്കുന്നില്ല, അറിയാമല്ലോ. ഏത് കുടുംബത്തിൽ നിന്ന് ജനിക്കും അതും പ്രവചിച്ചു. ഏത് കുടുംബത്തിൽ നിന്നാ? ഏതായാലും കുടുംബത്തിൽ നിന്ന് ജനിക്കട്ടെ, അങ്ങനല്ല. വായിച്ചേ 11:1 യെശയ്യാവ്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി. ഒരു മുള. ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന്. ഇശായിയുടെ കുറ്റി ഏതാ കുറ്റി? യഹൂദ. ഇശായിയുടെ കുറ്റി. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി അവന്റെ വേരുകളിൽ നിന്ന്. അല്ലെന്ന് കുറ്റി ഏതാണ്? വായിച്ച രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ ആ കണ്ണിക തുടങ്ങുന്നില്ല. രൂത്തിനോട് വലിയ താല്പര്യം. അവൾ അമ്മാവി അല്ലെന്ന് 18 മുതലല്ല. പേരസിന്റെ വായിച്ച ചെറിയ കണ്ണിക. വംശപാരമ്പര്യമാവിത്. പേരേസിന്റെ വംശപാരമ്പര്യം. പേരസ് അല്ലെന്ന് പേരേസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസ് ഏതാ? പേരസ് ഏതാന്ന്? മോനെ അവൻ കണ്ടുമില്ലെന്നോ? പേരസ് ആണ് തപ്പുന്നു. പേരസ് യശയ്യാവിൽ വായിക്കുന്ന ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. ആ കുറ്റി ഏതാണെന്ന് തെളിയിക്കുന്നത് രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18 18 18 വായിച്ചേ. പേരസിന്റെ വംശപാരമ്പര്യം. പേരേസിന്റെ പേരേസ് ആരാ? അയ്യോ, പേരേസ് യഹൂദയ്ക്ക് താമാർ ജനിച്ച കുട്ടിയാ പേരേസ്, ഇല്ലയോ? ഓ ആന്ന്. ഉൽപ്പത്തി 38 അമ്മായിയപ്പനാകുന്ന യഹൂദയ്ക്ക് മരുമകളാകുന്ന താമാറിൽ കൂടി ജനിച്ച 2 പിള്ളേരാ, പേരേസും സേരകം. വായിച്ചേ. അവൾ ആദ്യജാതനെ പ്രസവിച്ചു. അങ്ങനെ അടിച്ചേക്കുന്ന 38-ാം അധ്യായത്തിന്റെ ഒടുവിലുണ്ട്. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സൂതി കർമ്മണി ഒരു ചുവന്ന നൂലെടുത്ത് അവന്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേര്. അടുത്തത്. അതിന്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേര്. അപ്പോൾ പേരേസും സേരഹും ഇത് യഹൂദയ്ക്ക് താമാറിൽ കൂടി ജനിച്ച കുട്ടികളാ. അപ്പൊ യഹൂദയുടെ അപ്പനാരാ? നമുക്കറിയാം. ആരാ? ഓ അമ്മേ പറയുമേ. യാക്കോബ്. അവരോ നല്ല റെഡി ആയിട്ടിരിക്കും. അപ്പൊ യഹൂദയുടെ അപ്പൻ യാക്കോബ്. യാക്കോബിന്റെ അപ്പൻ ഓർക്കം പറ. ഇസഹാക്ക്. ഇസഹാക്കിന്റെ അപ്പൻ അബ്രഹാം. അബ്രഹാമിന്റെ അപ്പൻ തേരഹ്. തേരഹിന്റെ അപ്പൻ ഓർക്കം പറ. നാഗോർ. നാഗോറിന്റെ അപ്പൻ. നിങ്ങൾ ഇയാളെന്നാ തന്തയ്ക്ക് പറയുന്നെന്ന് പറഞ്ഞു പുള്ളി ഇപ്പൊ തന്തയ്ക്ക് വരാ. അല്ല, ഇത് അറിയണ്ടേ? ആദാം മുതൽ നോഹ വരെ 10 തലമുറ. നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ. ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. 3 14 2 20 2 2 10 2 10 20 3 14 42 20 42 62. ആദാം മുതൽ യേശു ക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62. അപ്പൊ ശ്രദ്ധിക്കുക, ആദാം ആദ്യ മനുഷ്യൻ, ഒന്നാം മനുഷ്യനായ ആദാം. അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കാം, അല്ലയോ? ഒന്നാം മനുഷ്യനായ ആദാം. ആദിമനുജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതു. ആദിമനുജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതു. ആദിമനുജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതു.
പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീടുകതിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഒന്നാം മനുഷ്യൻ ആദാം. ആദാം മുതൽ നോഹ വരെ 10 തലമുറയാ. ആദാം, ശേത്ത, ഏനോശ്, കേനാന്, മഹലേൽ, യാരദ്, ഹാനോക്ക്, മധൂശലേഖ്, ലാമക്ക്, നോഹ. 10 പേര്. നോഹയ്ക്ക് 3 മക്കള്, ഷേം, ഹാം, യാഫെത്ത്. ഷേമിന്റെ തലമുറയിൽപ്പെട്ടതാണ് അബ്രഹാം. വായിച്ചേ മോനെ 11:10. ഉൽപ്പത്തി പുസ്തകം 11:10. ഇശായുടെ കുറ്റി തെളിയിക്കുക. മൈക്ക് കൂടെ വായിക്കുക. നീ മൈക്ക് പെട്ടെന്ന് കൊടുക്കാത്തോണ്ടല്ലേ. ഷേമിന്റെ വംശപാരമ്പര്യമാവത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. ഇനി 12 അർപ്പക്ഷാദിന് ഷേം 500 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും അല്ലെന്ന്. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖിനെ ജനിപ്പിച്ചു. 14 ശാലേഖിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16 വാക്യം ഏബേരിന് 34 അവൻ വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18 വാക്യം പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20 വാക്യം രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22 വാക്യം ഷെറൂഗിന്. അവന് പ്രായമൊന്നും ആയില്ലേ? 207 വയസ്സ്. 22 വായിക്കാൻ. ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഹോറിനെ ജനിപ്പിച്ചു. 24 നാഹോറിന് 29 അവൻ വയസ്സായപ്പോൾ തേരകനെ ജനിപ്പിച്ചു. 26 വാക്യം തേരകന് 70 വയസ്സായപ്പോൾ അവൻ അവൻ അബ്രാം, നാഹോർ, ഹാരാർ എന്നിവരെ തലമുറയുടെ ചരിത്രം. അപ്പോൾ ആദാം മുതലിഞ്ഞോട്ട് ആദാമേ, ശേത്ത്, ഏനോശ്, കേനാന്, മഹലേൽ, യാരദ്, ഹാനോക്ക്, മധൂശലേഖ്, ലാമക്ക്, നോഹ, ഷേമ്, ഹാം, അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു വരിക. അർപ്പക്ഷാദ്, രയൂബ്, ശരൂഗ്, പിന്നെ നാഹോർ, തേരക, നാഹോർ, അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ യഹൂദ, യഹൂദയ്ക്ക് താമാർ ജനിച്ചത് പേരസ്. ആ പേരസിന്റെ വംശപാര്യം. ഇനി രൂത്തിന്റെ പുസ്തകം 4:18 വരെ. അപ്പൊ തെളിയുമല്ലോ. പേരസിന്റെ ഹെസ്രോനെ ജനിപ്പിച്ചു. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ പെട്ടെന്ന് ജനിപ്പിച്ചു. സമയം പോകുന്നു. വായിച്ചു. സമയം പോകുന്നു. രാം അമ്മിതാദാബിനെ ജനിപ്പിച്ചു. പെട്ടെന്ന് വായിക്കാൻ സമയം പോകുന്നു. ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഒന്നുകൂടെ വായിച്ചാ ഞാൻ വിട്ടു തരികയല്ല. 18 മുതൽ വായിച്ചേ. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമിതാദാബിനെ ജനിപ്പിച്ചു. അമിതാദാബ് നഹശോനെ ജനിപ്പിച്ചു. നന്നായിട്ട് വായിച്ചേ. പേരസിന്റെ വംശപാരമ്പര്യം. അവര് പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. അടുത്തത് ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. അമ്മിനാദാബിനെ ജനിപ്പിച്ചു. എന്നതാ? അമ്മിനാദാബിനെ. അമ്മിനാദാബ് ഒന്നുകൂടെ വെച്ചോ. അമ്മിനാദാബ് നഹശോനെ ജനിപ്പിച്ചു. അമ്മീനാദാബിനെ ജനിപ്പിച്ചു. പിന്നെ അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. അടുത്തത് നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ഇനി യെശയ്യാവ് 11 ഇശ്ശായിയുടെ കുത്തിയിൽ നിന്ന്. ഇതൊക്കെ യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി ക്രമപ്പെടുത്തി വെച്ചതാണ്. അല്ലാതെ ജനിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബ പാരമ്പര്യം ഉണ്ടാക്കിയതല്ല. നമുക്ക് കഴിച്ച് 10 പുത്തന് ഉച്ചനെ കാശുണ്ടാകുമ്പോൾ ഇപ്പൊ അങ്ങ് ഭയങ്കര കുടുംബമാണ്. നേരത്തെ ഒരു കുടുംബക്കാർക്ക് ഇവനെ വേണ്ട, ഒരു കുടുംബയോഗത്തിന് ഇവനെ വിടാം. കാരണം ഇവൻ ഗതി കെട്ട് കിടക്കുകയല്ലായിരുന്നു. ഇല്ലേ? ഇപ്പൊ ഇവനെ പിടിച്ച് പ്രസിഡന്റ്, ഇവൻ സമാജത്തിന് പോലും വരും. എന്നാ തോമാച്ച കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ്. നേരത്തെ ഒരു കുടുംബക്കാർക്ക് ഇവനെ വേണ്ട, ഇപ്പൊ അങ്ങ് ഭയങ്കര പാരമ്പര്യമോ. ഞങ്ങൾ അവിടുന്ന് ഏത് കുടുംബം അറിയത്തില്ലേ? തോനയ്ക്കാട്
നിങ്ങൾ ഇവിടുത്തെ തോമാശ്ലീഹ ഞങ്ങളുടെ വീട്ടിലോട്ടാ നേരെ വന്നത്. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് വന്ന് കൊടുങ്ങല്ലൂർ ഇറങ്ങിയപ്പോൾ പുള്ളി പിന്നെ എങ്ങോട്ടും പോയില്ല, നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു തിരുവല്ല വഴി. ആര്? തോമാശ്ലീഹ. പിന്നെ ഞങ്ങളുടെ അമ്മച്ചി അല്ലയോ കഞ്ഞി വെച്ച് കൊടുത്ത് മുളക് കുടച്ചതും. തോമാശ്ലീഹ അന്ന് പറഞ്ഞു, കൊച്ചമ്മ ഈ മുളക് എവിടുന്നാണ്? എടാ ഊളം വർത്താനം പറയാതെടാ ചുമ്മാ. തോമാശ്ലീഹ അതിന്റെ അടുക്കള വന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങ് കുടുംബ മഹിമയാ, മഹിമ. ഇവിടുത്തെ ഒരു കുടുംബത്തിനും തുടക്കമില്ല, ഇല്ലെന്ന്. അതിലെ ഞാൻ കുടുംബ പുസ്തകം മുഴുവൻ മിക്കതും വായിച്ചിട്ടുണ്ട്. കുടുംബചരിത്രം തുടക്കം എങ്ങനെ? കുറവലിങ്ങാട്ടി എന്നൊരു അപ്പൻ വന്നു. പുള്ളിയുടെ തന്ത ഏതാ നിന്ന് വരെ ഒരു തരം. അതിന് അപ്പൻ ഇല്ലാതെ ജനിച്ചവനാന്നു. എന്നാൽ നിങ്ങൾ കൃത്യം ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ കുടുംബ ചരിത്രം. ഇവിടുത്തെ സകല കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾ പുസ്തകം പഠിച്ചോ, നോക്കിക്കോ. എല്ലായിടത്തും ഇങ്ങനെ കുറവലിങ്ങാട്ടി എന്നൊരു അപ്പച്ചൻ. പുള്ളിയുടെ അപ്പനേതാ? അതൊന്നും അറിയാൻ മേല. കുറവലിങ്ങാട്ടിന്ന് പുള്ളി വന്നു. അതിലേ കൂടെ വന്ന് ആ പുള്ളി നേരി ഏറ്റുമാനൊരു കൂടി പട്ടിത്താനം വഴി. പിന്നെ നല്ല സ്ഥലത്തൂടാ വന്നേ. അതിലെയാ എന്നിട്ട് പിന്നെ പുള്ളി നേരെ അതിലെ തിരുവല്ലയിലോട്ട് വന്നു. പുള്ളിക്ക് തിരുവല്ല ഒന്നും അങ്ങനെ വലുതായിട്ട് ബോധിച്ചൊന്നും. പിന്നെ പുള്ളി അതിലെ കൂടെ കാവുംപാവം വഴി നേരെ ഇങ്ങോട്ട് വന്നു. ആ മാനാറ് വള്ളമെല്ലാം കയറി നേരെ തോന്നയ്ക്കാണ് ഞങ്ങളുടെ വീടിന്റെ സൈഡിലാണ് വന്ന് അടുപ്പിച്ച്. ആര്? തോമാശ്ലീഹ. പുള്ളി കിടന്ന കട്ടിലിക്കടയാ ഞങ്ങള് മ്യൂസിയത്തിലോട്ട് എന്തല്ല ഇനി ഒപ്പിച്ച് വെച്ചേക്കാന്നറിയോ. ഫോണിൽ കൂടെ 11 മണി വരെ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിർത്താൻ പോവാ. ദൈവത്തിന്റെ മകത്ത് നിർത്തുക. ഹല്ലേലൂയ. ഇവിടുത്തെ സകല കുടുംബത്തിന്റെ ചരിത്രത്തിന് തുടക്കമില്ല, ഇല്ലെന്ന്. ഒന്ന് തന്റെ ഇടത്തോടെ എന്നിട്ട് പറഞ്ഞത് ഇന്നപ്പം മുതലാ തുടങ്ങിയെന്ന് ഇല്ല. എന്നാൽ ആരംഭമുള്ള ഒരേ ഒരു കുടുംബം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. അത് ലൂക്കോസ് തെളിയിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിലല്ലയോ അപ്പോൾ യേശു ക്രിസ്തു മുതലും പുറകോട്ടം കൊണ്ട് തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ വംശപാരമ്പര്യം കൊണ്ട് തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ അപ്പനാകുന്ന യോസേപ്പിന്റെ അപ്പനാകുന്ന വായിച്ച മോനെ ലൂക്കോസ് എഴുതു വായി, പെട്ടെന്ന് വായി. വളരെ ശാന്തമായിട്ട് താളം മറിക്കും. പെട്ടെന്ന് വായിക്കുക. വായിക്കും മോനെ, എടുത്തെങ്കിൽ. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. അത് പൊക്കോട്ടെ, എനിക്കെതിരൊന്നുമില്ല. ഞാൻ പറഞ്ഞ വഴിയിൽ വീട്ടിലോട്ട് പോകുവോ കാട്ടിലോട്ട് പോകുവോ? ഞാൻ പറഞ്ഞു വീട്ടിൽ തന്നെ പോണം. മൂന്നിന്റെ 23 വായിര്. യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഓടിച്ചു വായിര്. ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അടുത്തത് യോസേഫ് ഹേലിയുടെ മകൻ. വായിര്, ക്ലിയർ ആയിട്ട് വായിര്. മത്താത്തിന്റെ മകൻ. പിന്നെ മത്താത്ത് ലേവിയുടെ മകൻ. ലേവി മെൽക്കിയുടെ മകൻ. മെൽക്കി യന്നായുടെ മകൻ. യന്നായി യോസഫിന്റെ മകൻ. യോസഫ് മത്യാസിന്റെ മകൻ. മത്യാസ് ആമോസിന്റെ മകൻ. ആമോസ് നാഹു. അപ്പൊ ഇങ്ങനെ വായിച്ചു ഒടുവിലേക്ക് വരുമ്പോൾ ഇശായി, ഓബേദ്, അങ്ങനെ പുറകോട്ട് വരുന്നില്ലയോ? ഇശായി ഓബേദിന്റെ മകൻ. ബോവസിന്റെ മകൻ. സൽമോന്റെ മകൻ. നഗശോൻ അമീനാദാബിന്റെ മകൻ. അമീനാദാബ് അരാമിന്റെ മകൻ. അരാം കെസ്രോന്റെ മകൻ. കെസ്രോൻ
പേരസിന്റെ മകൻ പേരസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരകിന്റെ മകൻ, തേരകൻ നാഗോറിന്റെ മകൻ, നാഗോര് സെരൂഗിന്റെ മകൻ, സെരൂഗ് രയൂവിന്റെ മകൻ, രയൂവ് പാലേഹിന്റെ മകൻ, പേലകിന്റെ മകൻ, പേലഗ് ഏബേരിന്റെ മകൻ, ഏബേര് ശലാമിന്റെ മകൻ, ശലാം കയ്യന്റെ മകൻ, കയ്യനാൽ അഫക്സാദിന്റെ എങ്ങനെയാണ് ഒപ്പിക്ക് സമയം പോകുന്നു. അർഫക്സാദ് ശേമിന്റെ മകൻ, ഇന്നാണോ ഇത് ആദ്യമായിട്ട് വായിക്കുന്നത്? അത് ഇങ്ങനെയും വായിച്ചല്ലോ, വലിയ കാര്യം. അടുത്ത വായിര്. നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ, മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് മലല്യയുടെ മകൻ, ഹാനോക്ക് മകല്ലേൽ, പിന്നെ മകൻ മഹല്ലേൽ, കയ്യനിന്റെ മകൻ, കയ്യനാൽ ഏനോശിന്റെ മകൻ, ഏനോശിന്റെ മകൻ, ശേത്തിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് വായിക്ക് ഇങ്ങനെ പിടിച്ചു വായിക്കരുത്. ശേത്ത് ആദാമിന്റെ മകൻ, നന്നായിട്ട് വായിക്കുക. ശേത്തിന്റെ മകൻ, മൈക്ക് ഇങ്ങനെ പിടിച്ച് വായിക്കാൻ. ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. തുടക്കം കണ്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഏതവനുണ്ട് ഒരു കുടുംബചരിത്രം പറയാൻ? നിന്നെ വെല്ലുവിളിക്കുക. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഇതുപോലെ കുടുംബചരിത്രം പറയാൻ? ഈ വലിയ അങ്ങേയറ്റത്തെയാന്നല്ലേ പറയാനേ? യേശു ക്രിസ്തുവിന്റെ കുടുംബചരിത്രമാ ശ്രേഷ്ഠം. ദൈവത്തിന് മകത്ത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പിച്ചു തന്നതിന് നന്ദി. ഇച്ചിരി കുഴപ്പമൊക്കെ വന്നാൽ കുഴപ്പമില്ല. ദൈവം 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 അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കുടുംബചരിത്രം ദൈവത്തിൽ നിന്ന് തുടങ്ങിയതാ. ദൈവം തന്റെ തൃക്കരം കൊണ്ട് ആദമിനെ മണ്ണ് കുടച്ച് ആദമിനെ സൃഷ്ടിച്ചു. ആദാം മുതൽ വന്ന് നിൽക്കുക യേശു ക്രിസ്തു വരെ. ഇത് അടുത്ത കാലത്തൊന്നും ഒപ്പിച്ചതല്ല. ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് ക്രമപ്പെടുത്തി വെച്ചതാ സുവിശേഷം. ഹല്ലേലൂയ. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി. ഏത് കുടുംബത്തിൽ നിന്ന് വരുമെന്ന്? ഈ ഷായിയുടെ കുടുംബത്തിൽ നിന്ന്. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഒത്തിരി പറയാനുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ തീരുകയല്ല. എനിക്കാന്നേ ഇല്ലേ ഒരു പാട്ടുള്ള പോലെ മതി വരുന്ന പിന്നെ കൊതി തീരുന്നില്ല. ഒരു പാട്ടില്ലേ? എന്ന് മതിയാകുന്നില്ല. എനിക്കും മതിയാകുന്നില്ല. നിർത്തുക. എന്നാലും അങ്ങ് നിർത്തുക. എത്ര നേരം നിങ്ങൾ ഇരുന്നല്ലോ, വലിയ കാര്യം. ഒന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 3, ഇത് മാനുഷികമല്ല. സ്തോത്രം. 4, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. 5, അതാ ഇപ്പൊ ചിന്തിച്ചല്ലയോ? 5, ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. 6, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 6, സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. സുവിശേഷം നമ്മുടെ യോഗം തീരുകയല്ലേ, ഇപ്പൊ പ്രത്യാശയോടെ പോണം. പ്രത്യാശ തരുന്ന മാർഗമാണ്. ഒരു വാക്യം വായിച്ചേ, കൊലോസ്യ ലേഖനം 1:3. നിർത്തുക. ഈ വാക്യത്തോടെ നിർത്തുക. ചെല്ലു പറയത്തില്ലേ പണ്ട് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നാടകത്തിന് ഈ ബെല്ലോടുകൂടി കേട്ടിട്ട് ഈ ബെല്ലോടുകൂടി എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തോടു കൂടി നിർത്തുക. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. പ്രത്യാശയോടെ വായിക്കും. ഒന്നുകൂടെ വായിക്കും. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അയ്യോ, നമുക്കൊരു പ്രത്യാശയുണ്ട് കേട്ടോ. എന്തുവാ നമ്മുടെ പ്രത്യാശ? നമുക്ക് പ്രത്യാശ എന്താ? സുവിശേഷത്തിന് പ്രത്യാശയുണ്ട്. ആമേൻ. അത് ഒത്തിരി പറയാനുണ്ട്. ഒത്തിരി ഉണ്ട് പ്രത്യാശ. നമ്മുടെ മൺമറഞ്ഞതെല്ലാം പ്രത്യാശയോടാ പോയത്. നമ്മൾ പാടുകയല്ലേ? പ്രത്യാശയോടി വിടം വിട്ടക്കരെ നടത്തിയ
എത്രയോ പരിശുദ്ധന്മാർ നിൽക്കുന്നു, പ്രത്യാശയോടി പീഠം വിട്ടക്കരെ നാട്ടിയ എത്രയോ പരിശുദ്ധന്മാർ എന്നോ നിമേകെ വന്നിടും വിശ്രാമ നാട്ടിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം, എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിൽ. ഓ ഉണ്ടോ ഇനി കാലദൈർഘ്യം, എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം പ്രത്യാശ തരുന്നതാ. എന്തുവാ നമ്മുടെ പ്രത്യാശ? ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയുന്നതാ പ്രത്യാശ. ഒറ്റവാക്കി പറയാ, നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇവിടെ വന്ന ഒരു നേതാവും തിരിച്ചു വരാനും പറഞ്ഞ് പോയിട്ടില്ല. പോകാന്ന് പോലും പലരും പറഞ്ഞില്ല. പോകുകയെന്ന് പോലും നമ്മൾ ചോദിക്കില്ലേ, എങ്ങനെയാ പുള്ളി പോയത്? ഒന്നും പറയാതാ പോയത്. ഇത്രോ നാൾ ഞാൻ കൂടെ ജീവിച്ചിട്ട് എന്നോടൊരു അക്ഷരം കേട്ടിട്ടില്ല. ചെല്ല കുളിക്കാൻ എന്നാ മിണ്ടെന്തേലും എന്തോ ഉണ്ടാ എന്തോ പറഞ്ഞില്ലേ കുട്ടി നിന്നോട്? ഒന്നും പറഞ്ഞില്ല. ഞാൻ കുലുക്കി ചോദിച്ചു, ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ വന്ന ആരും ഒന്നും പറഞ്ഞില്ല. എന്തുവാ തിരിച്ചു വരാനൊന്നും പറഞ്ഞു, പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൽ യേശുക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ചു വരും. നമ്മുടെ നേതാവ് തിരിച്ചു വരും. പോകാൻ നേരത്ത് പറഞ്ഞാ പോയി, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് കേട്ടോ. ദൈവത്തിൽ വിശ്വസിപ്പൻ എന്നിലും എന്നിട്ട് പറയാ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞാൻ കളിപ്പിക്കാൻ വന്നവനല്ലെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ അങ്ങോട്ട് പോകുക, സ്ഥലം ഒരുക്കാൻ. എന്നിട്ട് പറയാം, സ്ഥലം ഒരുക്കുക വെച്ച് ഞാൻ അവിടെ തന്നെ കുത്തിയിരിക്കുകയല്ല. സ്ഥലം ഒരുച്ച് ഞാൻ തിരിച്ചു വരും. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുക. ഞാനെപ്പോഴും പറയും, പോകുന്നത് ഒരു പോകുക അല്ലെന്ന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നത് നിങ്ങളെ എല്ലാം ഹായ് എന്ന് പറഞ്ഞേച്ച് പോകുകയല്ല. തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. കൊണ്ടുപോയി അവിടെ ചെന്ന് എതിലേലും പോടാന്നാണോ പറയുന്നത്? എൻ്റെ കൂടെ ഇരുത്തും. പൗലോസ് അത് ഉറപ്പിച്ചു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുക. പിന്നെ ഇങ്ങനെ ഏത് നേതാവാ പറഞ്ഞേ? അതായത് പ്രത്യാശ. യേശു തിരിച്ചു വരും. ദൈവത്തിന് മഹത്വം. മാത്രമാണോ? അയ്യോ, നമുക്ക് പ്രത്യാശ ഒത്തിരി ഉണ്ട്. നമുക്ക് ഒരു നഗരം ഒരുക്കുന്നുണ്ട്. എബ്രായലേഖനം 11:16 വായിച്ചു. അത് പറയാതിരിക്കാനൊക്കെ വായി. 11:16 പെട്ടെന്ന് വായി. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്തത്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഒരു നഗരം. നമ്മുടെ പ്രത്യാശ വലുതാ. നമുക്കൊരു നഗരം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടുകല്ലേ, പാവനമ്മ പട്ടണത്തിൽ നിൽക്കുക. ആര് കടന്നു വിടും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഒരു അശുദ്ധനും അത് കിടക്കത്തില്ല. തണ്ടുവച്ച പടകം പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് ചെല്ലത്തില്ല. പിന്നെ ആര് ചെല്ലും? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അവൻ പാപത്തോടും ലോകത്തോടും ജഡത്തോടും ജയിച്ച് ജയദീപനം നയിച്ച് അവൻ കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ അതിൽ പ്രവേശിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമുക്കൊരു നഗരം ഒരുക്കുന്നുണ്ട്. എന്തോ പ്രത്യാശ. അതിന്റെ അടിസ്ഥാനത്തിന്റെ പണി തന്നെയാ. ഏതെല്ലാം രത്നങ്ങൾ കൊണ്ടാ വെളിപ്പാട് പുസ്തകം വായിപ്പിക്കുന്നില്ല. അയ്യോ, ദൈവത്തിന് മഹത്വം. വൈഡൂര്യോ മാണിക്കോ നഖവർണിയും പുഷ്യരാഗോ ഗോമേതകോ പൽമരാഗോ സുഗന്ധിരക്കുന്നുമുള്ള ആ പട്ടണത്തിന്റെ അടിസ്ഥാനം എത്ര ഗോപുരങ്ങൾ, എത്ര വാതിലുകൾ, 12 വാതിലുകളും ഗോപുരങ്ങളും, അതൊക്കെ വീതി സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ ആ തെരുക്കളും. എന്തുവാ
ഇതൊക്കെയല്ലേ നമ്മുടെ പ്രത്യാശ. ജീവജല നദി, 2 വർഷവും വൃക്ഷങ്ങള്, ഓരോന്നും ഫലം കൊടുക്കുക, അതത് മാസം ഓരോ ഫലം കൊടുക്കുക, ദൈവത്തിന് മഹത്വം. ഒരു പ്രത്യാശയില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലു പറയാ, ചുമ്മാ പാസ്റ്ററെ മനുഷ്യനെ കളിപ്പിക്കാതെന്ന്. ഇതിന്റെ തള്ളെ ഇത് കളിപ്പിക്കൊന്നുമല്ല, നമ്മുടെ പ്രത്യാശയാ. ഈ പ്രത്യാശയ്ക്ക് ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. സുവിശേഷം പ്രത്യാശ തരുന്നതാ. പ്രത്യാശയോടെ വേണം തിരിച്ചു പോകാൻ, പ്രത്യാശയോടെ വേണം ജീവിക്കാൻ. ഇത് ജീവനുള്ള പ്രത്യാശയാ, ഇത് പൂർണ്ണ പ്രത്യാശയാ, ഇത് അവന് സ്തോത്രം അടിഞ്ഞു പോകാത്ത പ്രത്യാശയാ, ഇത് സ്തോത്രം 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 വളരെ ഭാഗ്യകരമായ പ്രത്യാശയാ. ഈ പ്രത്യാശയോടെ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. യേശു വരും, തിരുസഭയെ ചേർക്കും, നാം കർത്താവിന്റെ കൂടെ യുഗായുഗം വസിക്കും. പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ പാട്ടിന്റെ 2 ചരണം കൈയടിച്ച് പാടി അങ്ങ് നിർത്താം. ഇന്ന് യോഗം നിർത്തുക. ബാക്കി ഒന്നും പറയുന്നില്ല. ഇത് മതി, ഗുണമാകാനാണ് ഇതൊക്കെ മതി, നന്നായിട്ട് വരാനും നല്ല രീതിയിൽ പോകാനുമാണ് ഇത് തന്നെ അധികമാണ്. ഇന്നലെ ഇന്നും ഇതല്ലേ പറഞ്ഞേ, നല്ലതാ. ദൈവം ഇതിനനുസരിച്ച് അങ്ങ് ജീവിച്ചു, അങ്ങ് ചെല്ലാം. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. പഴയ പാട്ടിന്റെ 2 ചരണം സ്റ്റേജിൽ ഇരിക്കുന്നവർക്കൊന്ന് എഴുന്നേക്കാം. നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങൾ എഴുന്നേക്കാൻ പറഞ്ഞാൽ എല്ലാം ഇറങ്ങി അങ്ങ് പോകും. അപ്പൊ പിന്നെ ഇരുന്നുകൊണ്ട് കൈയടിച്ചാൽ മതി. അവന് അഥവാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം. അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ പോകാം. അപ്പോൾ പോകുമ്പോൾ എനിക്കൊന്ന് കാണാമല്ലോ ആരാ പോകുന്നു. നിങ്ങൾ ഇരുന്ന് പാടിയാൽ മതി. ഇവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ചൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മുത്തുമയമായി വിളങ്ങും പട്ടണമനത് പുത്തനറുജലപുരന്തത്ര ശോഭിത. മുത്തുമയമായി വിളങ്ങും പട്ടണമനത് പുത്തനറുജലപുരന്തത്ര ശോഭിത. വീതി സ്വച്ഛ സ്മരിക തുല്യ തങ്ക നിർമ്മിത. ആ പട്ടണം അതിന്റെ ഭംഗി വന്യമല്ലോ, ഭംഗി വന്യമല്ലോ. ആമേ വീതി സ്വച്ഛ സ്മരിക തുല്യ തങ്ക നിർമ്മിത. ആ പട്ടണം അതിന്റെ ഭംഗി വന്യമല്ലോ, ഓ ഭംഗി വന്യമല്ലോ. ഓ പാവനമ പട്ടണത്തിൽ ഓ പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. ആമേ പാവനമ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു പേർ പറഞ്ഞു മഞ്ഞിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. ആമേ നീതിയായി നടന്നു പേർ പറഞ്ഞു പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. ആമേൻ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസ സ്വർഗ്ഗപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ആമേൻ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസ സ്വർഗ്ഗപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ മാതാക്കൾക്കും പിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും വളരെ നന്ദി. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? ആയികന്റെ സിപ്പൊക്കെ പിന്നീട് ഇതുകൂടെ ഒന്ന് കഴിഞ്ഞയച്ചു. 1 മിനിറ്റ് ഒറ്റ മിനിറ്റ്. എല്ലാവരും ആവതുള്ളവര് ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയ എന്നോ കാണാം ഇനി എന്നോ കാണാ എന്റെ രക്ഷ. കരങ്ങൾ വീശി എന്നോ കാണാം, ഓ എന്നോ കാണാം ഇനി എന്നോ. കരങ്ങൾ വീശി ഒക്കെന്നെങ്കിൽ 2 കരവും വീശി എന്നോ കാണാം ഇനി എന്നോ കാണാം എന്റെ രക്ഷ നായകനെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും വിശേഷിച്ചതിന് മുഖാന്തരം ബഹുമാനപ്പെട്ട CP രാജു പാസ്റ്റർ അവർകളാണ്. കൂടെ വിളിക്കുകയും കാര്യങ്ങൾ ഓർപ്പിച്ചു. ആമേൻ. ചുമതലപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് അനുവദിച്ചാൽ വീണ്ടും കാണാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനകൾക്ക് വേണ്ടി നമുക്ക് തലകളെ നമുക്ക് ദൈവസന്നിധി വണങ്ങാം. ജോൺ പാസ്റ്റർ